നമ്മളിപ്പോൾ ഉള്ള ഗസ്റ്റ് ഒരു 700 മെമ്പർ ടീം അല്ലെങ്കിൽ 700 മെമ്പർ കമ്പനി ബിൽഡ് ഔട്ട് ചെയ്തിട്ട് അത് $multi-million സോൾഡ് ചെയ്ത ഫൗണ്ടറാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു വേറൊരു AI സെൻട്രിക് സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂവി പ്രൊഡ്യൂസറാണ്. നമ്മുടെ ഗസ്റ്റ് ആദ്യമായിട്ടുണ്ട് മൂവി പ്രൊഡ്യൂസറിന്. അപ്പോൾ നമുക്കും കൂടുതൽ ചോദിച്ചറിയാം ഗസ്റ്റിനെ പറ്റി. ഒപ്പം തന്നെ ഒരു മൂവി ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എത്ര മൂവീസ്, നെക്സ്റ്റ് മൂവീസ് വരുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവീസ്? ആക്ച്വലി ഇത് 4ാമത്തെ മൂവിയാണ് ചെയ്തത്. ഞാൻ 2020 ആ കൊറോണ സമയത്താണ് ഫസ്റ്റ് മൂവി ചെയ്തത്. ദാറ്റ്സ് ഓൾസോ ത്രൂ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എൻ്റെ ഡയറക്ടർ. കാര്യം അവർക്ക് എന്നാലും അവർക്ക് കൂടുതൽ ഇപ്പം ഒരു ക്ലയൻറ്റിന് ഇപ്പം ഒന്ന് വിളിച്ച് തെറി പറയണമെന്ന് വെച്ചാൽ അപ്പോഴും അവരുടെ ടൈം സോണാണ്. ഇപ്പം എന്നെ വിളിച്ച് പറയണ, രാജേഷിനെ വിളിച്ച് പറയണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് നെക്സ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും അതിൻ്റെ ചൂടാറിയിട്ടുണ്ടാവും. അപ്പം ആ ചൂടോടുകൂടി കൊടുക്കണമെങ്കിൽ അവരുടെ ടൈം സോണിൽ ആൾക്കാർ വേണം. എന്തൊക്കെയായിരുന്നു ലൈക്ക് ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ? ക്രൈറ്റീരിയ ഇത് ഒരു ഇച്ചിരി ക്ലീശ സാധനമാണ്. സോ നമ്മൾ യൂഷ്വലി മാർക്ക് നോക്കുമായിരുന്നു. മാർക്ക് നോക്കുമായിരുന്നു? ഓക്കെ. സോ മാർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീ ഡിഗ്രി SSLC മാർക്കാണ് നമ്മൾ യൂഷ്വലി നോക്കുന്നത്. നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മ ഇത്രയും പറഞ്ഞിട്ട് കേൾക്കാത്തൊരുത്തൻ പിന്നെ അവനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ബിക്കോസ് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊരു സൊസൈറ്റി ഒരു സോഷ്യൽ പ്രഷർ വെച്ചിട്ട് എന്തായാലും 10th-നും 12th-നും ബിടെക് ഞങ്ങൾ നോക്കാറില്ല. കാര്യം ബിടെക് ആകുമ്പോഴേക്കും അവൻ പഠിച്ചു പോയി നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നോ വൺ വുഡ് ബി ലൈക്ക് ബിടെക്കിന് ആരും പെർഫോം ചെയ്യാമല്ലോ. പൊതുവെ അതൊരു ജോളി ലൈഫാണല്ലോ. Okay. 2019. What was that day like? ഒരു വലിയൊരു amount of money hitting your bank account. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഞാൻ പെട്ടെന്ന് തീർത്തു. പക്ഷേങ്കിൽ ആ എമൗണ്ട് വാസ് ആക്ച്വലി സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഫോർ ഈവൻ. What did you do with that amount? Like, if you could share. അല്ല, അങ്ങനെ മറ്റേ EMI കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ തീർത്തു. പിന്നെ കാറ് മേടിച്ചു ആസ് യൂഷ്വൽ. പിന്നെ ഏതൊരു ഓണ്ടർപ്രണർ ചെയ്യണ പോലെ ഹൈ എൻഡ് കാറ് പോയി മേടിച്ചു. പിന്നെ ഡെഫിനറ്റ്ലി സിനിമ എടുത്തു. ഓക്കെ. നമ്മൾ നേരത്തെ നമ്മൾ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വർക്ക് തുടങ്ങുക ചെയ്യണത്. ഇപ്പോൾ ഫസ്റ്റ് തിങ് യൂണിറ്റ് ആസ്ക് ഈസ് ദാറ്റ് എനിക്ക് ഇത്ര വർക്കാണ് ചെയ്ത് തീർക്കാനുള്ളത്, ഇതിനകത്ത് എത്ര എണ്ണം AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, ഓക്കെ, എത്രയാണ് ശരിക്കും ഞാൻ ചെയ്യേണ്ടത്. ഫൈനലി നമ്മൾ എന്താ പറയുക, ആനേനെ കൊണ്ട് നടത്തിപ്പിക്കണം. പക്ഷെ ഫൈനലി ആനപ്പാപ്പൻ വേണമല്ലോ, നമ്മളാണ് ആനപ്പാപ്പൻ. സോ we'll have that's I literally use that Anna and Papan because AI is that big. What do you see that career path? Are you planning to like a movie house, production house, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? What is the plan? ഉണ്ട്. My plan is not രണ്ട് മൂവി കൊണ്ട് നിർത്തുക എന്നുള്ളത്. We wanted to continue to ബിൽഡ് മൂവീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് മൂവീസ്. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ചെയ്യണത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എൻവയൺമെൻറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് എനിക്ക് കംഫർട്ടബിൾ ഡയറക്ടർ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊന്നുകൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് മേ ബി ഇയർലി ഒരു 2 മൂവി വെച്ചിട്ട് റിലീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ കെയർ റവന്യൂ എന്ന കമ്പനിയാണ്. കെയർ റവന്യൂ എന്ന് പറയുകയാണെങ്കിൽ കെയർ സ്റ്റാക്ക് എന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. കെയർ സ്റ്റാക്കിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള അർജുൻ സതീഷ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. കെയർ റവന്യൂ ഡെന്റൽ പ്രാക്ടീസസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് കേരളത്തിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെല്ലിംഗ് ഗ്ലോബലി ഫ്രം കേരള. ഇവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ട്. വേറെ പുതിയൊരു ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ് റിയലി റിയലി വെൽ. അപ്പോൾ ഇവർ ഹയറിംഗ് ആണ്, പല പോസ്റ്റുകളായിട്ട് ഹയറിംഗ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ കെയർ ഹാക്കത്തോൺ ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ള ഗസ്റ്റ് ഒരു 700 മെമ്പർ ടീം അല്ലെങ്കിൽ 700 മെമ്പർ കമ്പനി ബിൽഡ് ഔട്ട് ചെയ്തിട്ട് അത് $multi-million സോൾഡ് ചെയ്ത ഫൗണ്ടറാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു വേറൊരു AI സെൻട്രിക് സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂവി പ്രൊഡ്യൂസറാണ്. നമ്മുടെ ഗസ്റ്റ് ആദ്യമായിട്ടുണ്ട് മൂവി പ്രൊഡ്യൂസറിന്. അപ്പോൾ നമുക്കും കൂടുതൽ ചോദിച്ചറിയാം ഗസ്റ്റിനെ പറ്റി. ഹായ്, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. താങ്ക്സ് ഫെലിക്സ്. യെസ്. അപ്പോൾ റിനീഷ് ആണ് ഗസ്റ്റിൻ്റെ പേര്. റിനീഷിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ് ഇപ്പോഴത്തെ ആഫ്റ്റർ സെല്ലിംഗ് ദ കമ്പനി ഫോർ $multi-million?
സോ ഞാനിപ്പോൾ തോട്ട് മൈൻഡ്സ് എന്ന കമ്പനി റൺ ചെയ്യാണ്. ഇൻഫോ പാർക്കിലാണ് വി ബേസ്ഡ് ഔട്ട് ഓഫ്. വി സ്റ്റാർട്ടഡ് ദിസ് കമ്പനി ഒരു ടു ഇയേഴ്സ് ബാക്ക്, എക്സാക്ട്ലി മേ ബി ലാസ്റ്റ് 2023 ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. And it's been 2 years. And mainly AI focused company. So we have AI solutions and AI services. That's how we are. And then our team is like about 100 people all in the last 2 years. Oh. And we have customers from all across the world. US ആണ് നമ്മുടെ ഫോക്കസ്ഡ് മാർക്കറ്റ്, ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ഈ 3 റീജിയൻ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ടീമിനെ ബിൽഡ് ചെയ്തു ഓൺ ദ AI സൈഡ്. That's where we are. Maybe second time സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാവില്ല ഫ്രം ദ ഫസ്റ്റ് കമ്പനി. അപ്പോൾ അതെന്തെങ്കിലും ഒബ്വിയസ്ലി ഇംപ്ലിമെൻറ്റ് അതൊക്കെ ചോദിച്ചറിയാം. ഒപ്പം തന്നെ ഒരു മൂവി ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എത്ര മൂവീസ്, നെക്സ്റ്റ് മൂവീസ് വരുന്നുണ്ടോ, എങ്ങനെയാണ് എൻ്റെ ഒരു മൂവീസ്? ആക്ച്വലി ഇത് 4ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഞാൻ 2020 ആ കൊറോണ സമയത്താണ് ഫസ്റ്റ് മൂവി ചെയ്തത്. ദാറ്റ്സ് ആൾസോ ത്രൂ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എൻ്റെ ഡയറക്ടർ. ദെൻ സെക്കൻഡ് മൂവി വാസ്, ഫസ്റ്റ് മൂവിയുടെ പേര് 21 grams എന്നാണ്. അത് അനു മേനോനായിരുന്നു നായകൻ. അതെൻ്റെ ഫ്രണ്ട് ബിപിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഈസ് അനദർ IT എഞ്ചിനീയർ, വർക്ക്സ് ഫോർ TCS. ദെൻ രണ്ടാമത്തെ മൂവിയായിരുന്നു ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വാസ് ഫീനിക്സ്, ഹൊറർ മൂവിയായിരുന്നു. ഫസ്റ്റിലത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു. ദിസ് വാസ് റിട്ടൺ ബൈ മിഥുൻ മാനുവൽ ആൻഡ് ഡയറക്റ്റഡ് ബൈ വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് തേർഡ് മൂവി വാസ് ഇൻ തമിഴായിരുന്നു. അതൊരു നോട്ട് എ മൈ ഓൺ പ്രൊഡക്ഷൻ, ഇറ്റ്സ് എ കോ പ്രൊഡക്ഷൻ ആയിരുന്നു. ആൻഡ് ഫോർത്ത് മൂവി ഈസ് ലൈക്ക് സാഹസം. എന്നാ റിലീസ് ചെയ്യുന്ന സാഹസം? അത് ഓഗസ്റ്റ് 8. അതൊരു കുറച്ചുകൂടെ ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു ഞങ്ങളുടെ 2 മലയാള സിനിമേനേക്കാൾ കംപ്ലീറ്റ്ലി വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ. കുറേ ആർട്ടിസ്റ്റുകൾ നമ്മൾക്ക്, നമ്മുടെ ബാബു ചേട്ടനൊക്കെ ഉണ്ട്, നരേനുണ്ട്, അജു ഉണ്ട്, അങ്ങനെ ഒരു സീരീസ് ഓഫ് ആൾക്കാർ ഉള്ളൊരു സിനിമയാണ്. മേ ബി ഒരു മൂവി ഒരു സ്റ്റാർട്ടപ്പ് പോലെ നോക്കുകയാണെങ്കിൽ മേ ബി മൂവി റിലീസ് ചെയ്യുമ്പോഴാണോ അതിൻ്റെ എക്സിറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ ഒരു ഇൻ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് കറക്റ്റാണ്. അത് മൂവി സ്റ്റാർട്ടപ്പിനകത്താണെങ്കിൽ യു ഹാവ് ടു പുട്ട് ഇൻ ലൈക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, റൈറ്റ്? അപ്പോൾ മൂവി ആണെങ്കിൽ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് മേ ബി ഒരു 1 year ഗ്യാപ്പിൽ യു സ്റ്റാർട്ട്, യു ഗെറ്റ് ദ റിസൾട്ട്സ് ബാക്ക്. ഇറ്റ് കുഡ് ബി ഈതർ വേസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, അതിലേക്ക് എന്തായാലും കിടക്കാം. സോ മേ ബി ബിഫോർ ദാറ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക, റാപ്പിഡ് വാല്യൂ എന്ന കമ്പനിയാണല്ലോ. അതിൻ്റെ കോ ഫൗണ്ടർ ആയിരുന്നു. ലൈക്ക് 700 member ടീമിനെ ബിൽഡ് ചെയ്തു. നമ്മൾ മേ ബി 100+ ടീം മെമ്പേഴ്സ് ഉള്ള അധികം ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നുള്ളതൊക്കെ അറിയാനാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ മേ ബി ഗോ ബാക്ക് ടു ദ ടൈം വെൻ റാപ്പിഡ് വാല്യൂ അല്ലെങ്കിൽ ഈവൻ ആ ഒരു ഓൺടർപ്രണർഷിപ്പ് എത്തിയൊരു ടൈമിലേക്ക് പറയുകയാണെങ്കിൽ എവിടെയായിരിക്കും? ഞങ്ങളിത് റാപ്പിഡ് വാല്യൂ, സോ ഐ ഹാവ് അനദർ 2 co-founders, രാജേഷും ശിരീഷും. സോ അപ്പോൾ ഇവർ രണ്ടുപേരും ദേവർ ബാച്ച്മേറ്റ്സ് ഇൻ IIM കൽക്കട്ട. സോ ദേവർ ടുഗദർ, ഐ മീൻ ഏർലി സ്റ്റേജിൽ വരെ. IIM ആൾക്കാരാണ്? അല്ല, ഞാനല്ല, രാജേഷും ശിരീഷും IIM ആണ്. ഓക്കെ, IIM കൽക്കട്ടയിലായിരുന്നു. സോ അപ്പോൾ അവർ ദേ വാണ്ടഡ് ടു ഡു സംതിങ്. ഓക്കെ, സോ ദേ വാണ്ട് എ ടെക്നോളജി പാർട്ട്ണർ ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ഇൻ ടു ദാറ്റ്. ഓക്കെ, സോ ദെൻ വി സ്റ്റാർട്ടഡ് ദിസ് കമ്പനി 2009 ഇൻ കൊച്ചി. ഓക്കെ, 2009. ഓക്കെ, അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ വന്ന് വളരെ ഒരു എന്താ പറയുക സ്റ്റാർട്ടപ്പ് കൾച്ചർ, അങ്ങനത്തെ ഒരു ഇപ്പോൾ ഇന്നത്തെ പോലെ കേസും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ദാറ്റ്സ് വെയർ വി സ്റ്റാർട്ട്, ബിക്കോസ് ഐ വാസ് ഇൻ ദാറ്റ് ടൈം ഐ വാസ് വർക്കിംഗ് ഫോർ വിപ്രോ. വിപ്രോയിൽ വർക്ക് ചെയ്യുന്നല്ലേ? അപ്പോൾ ഞാൻ ആ സമയത്ത് വിപ്രോയുടെ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ പോർട്ടൽ ആൻഡ് കണ്ടന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു തോട്ട് വന്നത്. ദെൻ വി സ്റ്റാർട്ടഡ് ഇൻ 2009. ഓക്കെ, അന്നത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫ്യൂ ഹയേഴ്സിനെ നടത്തിയത് എങ്ങനെയായിരുന്നു? ദാറ്റ് ടൈം iOS-ഉം ആൻഡ്രോയിഡൊക്കെ ഇപ്പോൾ കൊച്ചി മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ഡെവലപ്പേഴ്സേ ഇല്ല. ദെൻ വി ബിൽഡ് ദറ്റ് ഡെവലപ്മെൻറ്റ് ടീം ഹിയർ. അവരെ നമ്മൾ ട്രെയിൻ ചെയ്തു. വി ഹാഡ് ഇപ്പം ഐ യൂസ് ടു ബി ഹാൻഡ്സ് ഓൺ. നമ്മൾ ആദ്യം പഠിച്ചു എങ്ങനെയാണ് മൊബൈൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ദെൻ വി വർക്ക് വിത്ത് ദ ടീം. അങ്ങനെയാണ് ആ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തത്. ഫ്രം ദെയർ സോ വി സ്റ്റാർട്ടഡ് യൂസിങ് ദ ട്രഡീഷണൽ sales approach, then we started getting customers. maybe 150 ടീം മെമ്പേഴ്സ് വരെയുള്ള സ്റ്റേജ് എങ്ങനെയായിരുന്നു? അന്ന് നമുക്ക് മൊബൈൽ വാസ് ആക്ച്വലി ബൂമിങ്, റൈറ്റ്? അപ്പോൾ നമുക്ക് അന്ന് നമ്മുടെ സെയിൽസൊക്കെ നമുക്ക് ആക്ച്വലി വി വർ ഗെറ്റിംഗ് ലോഡ് ഓഫ് എൻക്വയറീസ്. ആൻഡ് ദെൻ അന്ന് അതൊരു നീഡായിരുന്നു. പല കസ്റ്റമേഴ്സിനും പല കമ്പനീസിനും മൊബൈൽ എന്ന് പറയുന്നൊരു നീഡായിരുന്നു, അല്ലെങ്കിൽ അവരുടെ നെസസിറ്റി ആയിരുന്നു. അപ്പോൾ അവർക്ക് ദേ വാണ്ട് ഡെവലപ്പേഴ്സ് ലൈക്ക് അസ് ടു ഓർ എ കമ്പനി ലൈക്ക് അസ് ടു ഡെവലപ്പ് ദെയർ ആപ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. ആദ്യത്തെ ഒരു 50 എംപ്ലോയീസിനെ ബിൽഡ് ചെയ്തത്, ആദ്യത്തെ 50 എംപ്ലോയീസിനെ എന്താ പറയുക, അവർക്ക് കൊടുക്കേണ്ട പ്രോജക്ട്സിന് നമുക്ക് വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല. ഈവൻ ആഫ്റ്റർ ദാറ്റ് ഓൾസോ മേ ബി ഐ വുഡ് ഈവൻ സേ ദാറ്റ് മേ ബി 200 and 150 ടീം വരെ ഇറ്റ് വാസ് നോട്ട് എ സ്ട്രഗിൾ അറ്റ് ഓൾ. ആ സമയം ആയതുകൊണ്ടായിരിക്കാം.
പിന്നെ ഏത് ഇയറിലാണ് മേ ബി ഒരു 500 എംപ്ലോയീസ് ഒക്കെ വന്നു തുടങ്ങിയത്? ആൻഡ് 2016 ഒക്കെ ആയപ്പോഴാണ്. ഓക്കെ. അപ്പോഴേക്കും നമുക്ക് ആക്ച്വലി വി ഗോട്ട് ഫണ്ടഡ് ആൾസോ ഒരു 2014. ഓ, നിങ്ങൾ ബൂട്ട് സ്ട്രാപ്ഡ് ആയിരുന്നു ഇനീഷ്യലി? ബൂട്ട് സ്ട്രാപ്പ്. പിന്നെ ആ ഒരു ഫണ്ടിങ്, ആ ഒരു ജംഗ്ഷൻ എവിടെയായിരുന്നു എത്തിയത്? നമ്മൾ 2014 സോ വി ഹാഡ് 2 things, റൈറ്റ്. വൺ ഈസ് ദാറ്റ് വി ഹാഡ് എൻ ഓഫർ ടു എക്സിറ്റ്. 5 കൊല്ലമായി തുടങ്ങിയിട്ട് ഓഫർ ഉണ്ട്. ആൻഡ് വി ഹാഡ് ഒരു VC ഓഫർ ഉണ്ട്. ഓക്കെ, ദെൻ വി ഡിസൈഡഡ് ടു ഗോ ഹെഡ് വിത്ത് VC ഓഫർ. ലെറ്റ്സ് ആക്ച്വലി ഗ്രോ ദിസ് ഇൻസ്റ്റെഡ് ഓഫ് ഒരു നമുക്ക് നമ്മുടെ തന്നെ ഒരു പേരുണ്ടല്ലോ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇത്രയും ചെറിയ കമ്പനി ഇവർ ബിൽഡ് ചെയ്തുള്ളൂ എന്നുള്ളൊരു ഫീൽ വരും. സോ വി തോട്ട് ഓക്കെ ലെറ്റ്സ് ആക്ച്വലി ടേക്ക് ഇറ്റ് എ ബിഗ് ആൻഡ് ദെൻ ആ എക്സിറ്റിൽ വി ഷുഡ് ബി പ്രൗഡ് ഓഫ്. അപ്പോൾ അന്നത്തെ റവന്യൂ എക്സ് ആണെങ്കിൽ എത്ര എക്സ് ആക്കിയിട്ടുണ്ടാവും? നമ്മളതിൻ്റെ ഒരു 4x 5x ആയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് റവന്യൂ. 2014 to 2020 ആയപ്പോഴേക്ക് വി ഹാവ് 4 to 5x. നിങ്ങൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് സർവീസ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് മോർ ഓഫ് ഏതെങ്കിലും സെക്ടറായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് മൊബൈൽ ആപ്പിൻ്റെ വർക്ക് ഉണ്ടെങ്കിലും? കാരണം ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ പല സർവീസ് കമ്പനി ആണെങ്കിൽ ഓക്കെ ഈ നീഷിലൊക്കെ ആകും ഒരു ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതെങ്ങനെയായിരുന്നു ഒരു റാപ്പിഡ്? നമ്മൾ എൻ്റർപ്രൈസ് മൊബിലിറ്റി ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ കൺസ്യൂമേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ നമ്മൾ എൻ്റർപ്രൈസ് മൊബിലിറ്റി ആയിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു one of the very largest company where our people are very happy someone is using our mobile app. ഇത് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു നിങ്ങളുടെ ലീവ് സബ്മിറ്റ് ചെയ്യണം, റൈറ്റ്? യു ഹാവ് ടു ഗോ ടു ദ ലാപ്ടോപ്പ്, ഓപ്പൺ അപ്പ് യുവർ ERP, then submit, right? Instead of that, we build a mobile app which connects to your ERP. ആ മൊബൈൽ ആപ്പിനകത്ത് നോക്കി ആ ലീവിൻ്റെ 3-4 പാരാമീറ്റർ സബ്മിറ്റ് ചെയ്യുന്നു. ഇറ്റ് ആക്ച്വലി ടോക്സ് ടു ERP ആൻഡ് ദ അപ്രൂവൽ ചെയ്യാൻ മാനേജറിൻ്റെ അടുത്ത് പോകുമ്പം he'll also have a mobile app. അതിനകത്ത് yes or no. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു യൂസ് കേസ്. പിന്നെ ഒരു PO റേസിംഗ്, PO റിസീവർ, പർച്ചേസ് ഓർഡർ, ഇങ്ങനെ വി ഹാഡ് അബൌട്ട് ഒരു 10-30 ആപ്ലിക്കേഷൻസ് ആ ഒരു സ്പേസിലുണ്ടായിരുന്നു, എൻ്റർപ്രൈസ് മൊബിലിറ്റി സ്പേസിൽ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ ഒരു സർവീസിന് കമ്പനി ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റിന് ഒരു ആശയം മൈൻഡിലുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇത് നമ്മളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, സോ വട്ട് എവർ ഐ ടോക്ക് ടു യു, റൈറ്റ്? സോ ഇത് നമ്മൾ വി ഹാഡ് അബൌട്ട് ഒരു പ്രീ ബിൽഡ് ആയിട്ട് ഒരു 10-30 മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഫോർ HRMS, നിങ്ങളുടെ ബാക്കിയുള്ള ERP മോഡൽസിന് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ERP കുഡ് ബി SAP, Oracle, എന്ത് വേണമെങ്കിലും ആവാന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതായിരുന്നു വി ആക്ച്വലി ടേക്ക് ഇറ്റ് ടു ദ മാർക്കറ്റ്. ഐ മീൻ അപ്പാർട്ട് ഫ്രം നമ്മുടെ നോർമൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കൂടെ ദിസ് വാസ് ആക്ച്വലി അവർ സൊല്യൂഷൻ. ബേസിക്കലി ഓൾറെഡി അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് മാറ്റർ ഓഫ് സെയിൽസ് ആയിരുന്നു നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സർവീസ് കമ്പനിയിൽ കസ്റ്റമേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ആസ് യു സെഡ് ഇറ്റ് വാസ് ലൈക്ക് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ്, റൈറ്റ്? അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? നമുക്ക് ആക്ച്വലി ടിപ്പിക്കൽ ഒരു ട്രഡീഷണൽ ചാനൽസ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇമെയിൽ ഔട്ട്റീച്ച് ഉണ്ടായിരുന്നു, കോളിംഗ് ഉണ്ടായിരുന്നു. ദെൻ വി യൂസ്ഡ് വി ഹാവ് പാർട്ട്നേഴ്സ് ഇൻ US. വി വർ പാർട്ട്നേഴ്സ് ഓഫ് ഓൾ ദി ബിഗർ ഹൈപ്പർ സ്കെയിലേഴ്സ് ലൈക്ക് AWSും അഷൂറൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി വി അറ്റൻഡ് ഓൾ ദീസ്. വി ഗോട്ട് ലോട്ട് ഓഫ് അവാർഡ്സ് ഫ്രം Oracle because we integrate our solution with Oracle ERP. And we had even presented our solution in Oracle Open World. അപ്പം അങ്ങനത്തെ ഒരുപാട്. And then we together with a client, so we presented in Oracle Open World. So we have a very good brands in that segment. The suite was called Equipme. Okay. Mobile Equipme. You can do any of your enterprise mobility solutions through that. അപ്പോൾ അത് നമുക്കൊരു വേൾഡ് വൈഡ് ലാർജ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നിങ്ങൾ 3 co-founders ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് നിങ്ങൾ റോൾസ് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ ദ co-founders? ഹാഡ് ഫൈറ്റ്സ് ആസ് വെൽ? ഞങ്ങൾ തമ്മിൽ വലിയ ഫൈറ്റ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് എൻ്റെ റോളിൽ ഒരിക്കലും ഫൈറ്റ് ഉണ്ടാവില്ല. CTO ആണ്. അവർ രണ്ടുപേരും രാജേഷും സിരീഷും മെയിൻലി ബിസിനസ് സൈഡാണ്. അപ്പോൾ രാജേഷ് വാസ് CEO, Sirish CEO, but he takes care of the sales, everything. Rajesh takes care of marketing plus ellam. Okay, so that's how it has been. So നമുക്കങ്ങനെ ആസ് സച്ച് എല്ലാവർക്കും ക്ലിയർലി എന്താ പറയുക ഒരു റോൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് ഇറ്റ് വർക്ക്ഡ് ആസ് എ ടീം. ഓക്കെ, അപ്പോൾ അതായിരുന്നു മെയിനായിട്ടുള്ളത്. അല്ലാതെ I cannot go and take ഒരു ഡ്രാസ്റ്റിക് ആയ ഡിസിഷൻ ബൈ മൈ സെൽഫ്. ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് കമ്പൈൻഡ് ഡിസിഷൻ. യൂഷ്വലി ഈ കമ്പനീസ് തുടങ്ങിയിട്ട് വീണ്ടും കമ്പനി തുടങ്ങുമ്പോൾ ചിലപ്പോൾ 3 സൈഡിലാവും. പക്ഷേ ഇൻ യുവർ കേസ് 3 people are again co-founding. ഈവൻ വൺ ഓഫ് ദം CEO of Pfizer. പിന്നെ ഇതാണ് പലരും ഒരുമിച്ച് തന്നെയാണ് വീണ്ടും വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എലോ ഉണ്ടായിരുന്നു. എലോയിൽ ഞങ്ങൾ 4 പേര് ഒരുമിച്ചായിരുന്നു. ജ്യോതിസ് ഉണ്ടായിരുന്നു, രാജേഷ്, സിരീഷ്. ദെൻ വി ഡിസൈഡഡ് ഓക്കെ ലെറ്റ്സ് ആക്ച്വലി ഡു സംതിങ് ഓൺ ദ AI സൈഡ്. സോ തോട്ട് മൈൻഡ്സ് ഇസ് ദെയർ, Pfizer is there. So
But we even now we work together. Wiserum, ThoughtMindsum combined ആയിട്ട് proposal submit ചെയ്യാറുണ്ട്. And we have one of the projects which has about 20 people team, 10 from Wiser and 10 from ThoughtMinds. That's how it is run. അപ്പോൾ റാപ്പിഡ് വാല്യൂ എന്ന കമ്പനി 2009 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വി ഗോട്ട് ഇറ്റ് ഫ്രം ഇലാൻസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ് കിട്ടിയത്. ഒരു $250 വളരെ എന്താ പറയുക, ഒരാൾ ബേൺ ആയി കഴിഞ്ഞാൽ അയാൾ എത്ര വെള്ളം കുടിക്കണം അതോ എന്തോ നമ്മുടെ IV എത്ര ഫ്ലൂയിഡ് വേണം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് മൊബൈൽ ആപ്പ് വി ഡിഡ്. And then this is the first mobile app for us, for the developers. അതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ്ലി ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് വാസ് ബട്ട് വി ഡെലിവേർഡ്, പക്ഷേ അത് നോട്ട് അപ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അപ്പം ദാറ്റ് വാസ് അവർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. Then we started getting lot of enquiries. നമുക്ക് പ്രോപ്പറായിട്ടുള്ള SEOയും AdWordsും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു we started getting more and more projects on that mobile side. Okay, so ആ മൊബൈൽ അതൊരു മൊബൈൽ ബസ് അല്ലെങ്കിൽ അതൊരു മൊബൈൽ ഈസ് ലൈക്ക് എ നെസസിറ്റി ഫോർ എവ്രി വൺ. അപ്പോൾ ദേ നീഡ് ഡെവലപ്പേഴ്സ് ഓർ ദേ നീഡ് എ കമ്പനി ലൈക്ക് അസ് ടു ബിൽഡ് ദെയർ മൊബൈൽ ആപ്സ്. ആൻഡ് ഞങ്ങളുടെ ഒരു യുണീക്നെസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വി ബിൽഡ് മൊബൈൽ ആപ്സ് ഇൻ വെരി ഗുഡ് UI/UX. ഓക്കെ, അപ്പോൾ അതായിരുന്നു അന്നൊരു എന്താ പറയുക, ഒരു 2009 വരെ എവ്രി വൺ ഈസ് ഓക്കെ വിത്ത് എനി UI ആയിരുന്നു. അപ്പോൾ 2000 ഒരു മൊബൈലൊക്കെ പ്രത്യേകിച്ച് iOSും ആൻഡ്രോയിഡൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള UI/UX കാണുന്നത്. സോ ദാറ്റ് വാസ് അവർ യുണീക് പോയിന്റ്സ് ആൾസോ ടു ദ കസ്റ്റമർ. സി ലുക്ക് അറ്റ് ആൻഡ് ഓൾസോ എനി കസ്റ്റമർ കമ്മിങ് ടു അസ് ഫോർ എ മൊബൈൽ ആപ്പ്, നമ്മൾ പ്രപ്പോസലിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു 4-5 ഓപ്ഷൻസ് വെക്കും UI/UX, ബിക്കോസ് അതായിരുന്നു ഞങ്ങളുടെ കേപ്പബിലിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ക്രാക്ക് ഡൗൺ ചെയ്തത് മാർക്കറ്റിൽ. And one more thing we did was 2013 ഒക്കെ ആയപ്പോഴേക്ക്, so we built our own framework called EquipMe. Okay, ഇത് മെയിൻലി എൻ്റർപ്രൈസ് മൊബൈൽ എനേബിൾമെൻറ്റ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു നമ്മൾ ബിൽഡ് ചെയ്തത്. വി ഹാവ് അബൌട്ട് പ്രീ-ബിൽറ്റ് 30-odd ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് വി സോൾവ് ടു മോസ്റ്റ് ഓഫ് ദി ബ്രാൻഡ്സ് ഇൻ ദ വേൾഡ്, ഇൻ എവറി റീജിയൻ. ഓക്കെ, സോ അതിനകത്ത് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് വിച്ച് യു യൂസ് ദാറ്റ് ആപ്ലിക്കേഷൻ എവറി ഡേ. ഓക്കെ, അവരുടെ ഒരു എൻ്റർപ്രൈസ് മൊബിലിറ്റി ആയിരുന്നു നമ്മൾ ചെയ്തത്. ഓക്കെ, മേ ബി പിന്നെ ഒരു 5 year കഴിഞ്ഞപ്പോൾ യു ഗോട്ട് എൻ ഓഫർ ഫ്രം എ VC ടു ഐദർ, ഐ മീൻ ആ ഒരു സ്റ്റേജ് എന്തായിരുന്നു? ലൈക്ക് അല്ല, നമ്മൾ വി ആർ ആക്ച്വലി ഗ്രോയിങ്. ഒരു 2014 നമ്മൾ നല്ല ഗ്രോത്ത് ആയിരുന്നു. അപ്പം ആ സമയത്ത് വി വാണ്ടഡ് ടു ഹൗ ഡു വി ഗ്രോ ഫാസ്റ്റ് എന്നുള്ളൊരു തോട്ട് നമ്മൾ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ വന്നപ്പോഴേക്ക് വി തോട്ട് ഓക്കെ ലെറ്റ്സ് what do we do for that, right? അപ്പോൾ അതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫണ്ടിങ് എടുക്കാം, എന്നിട്ട് വി ക്യാൻ ഗ്രോ ഫാസ്റ്റർ എന്നുള്ള മോഡിലെത്തിയപ്പോഴേക്ക് സോ വി ഔട്ട് റീച്ച് ഫോർ ദി VCs. അപ്പം ആ കൂട്ടത്തിൽ നമുക്ക് വി ആൾസോ ഗോട്ട് എൻ ഓഫർ. ഓക്കെ, സോ ടു എക്സിറ്റ്. And we also got an offer for ഒരു VC funding in. Then we took the VC funding route. Mainly, we don't want to exit from a very small company. We wanted to at least take this to a certain level and then exit. ഓക്കെ, 2014 നിങ്ങൾ ഫണ്ടിങ് എടുത്തു. ഇതുവരെ ഗ്രോ ചെയ്ത രീതിയിലല്ല ഇനി ഗ്രോ ചെയ്ത കാര്യം മനസ്സിലായി. സോ ഹൗ ഡിഡ് ദാറ്റ്, ആ ഫണ്ടിങ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് ഗ്രോത്ത് എങ്ങനെയായിരുന്നു? എത്ര ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് we were about 140 ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് വെൻ യു എക്സിറ്റഡ് ലൈക്ക് അഗെയിൻ 700 പീപ്പിൾ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഗ്രോത്ത്, ആ ഒരു ഡൗൺ എന്തൊക്കെയായിരുന്നു? നമ്മൾ ആ സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇത് കമ്പനിയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു എമംഗ് ഇന്റേണലി. ഓക്കെ, അപ്പോൾ നമ്മൾ റീജിയൺ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ US-ലാണെങ്കിൽ വി ഹാഡ് അബൌട്ട് 3 region. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റ്, വെസ്റ്റ് കോസ്റ്റ്, ദെൻ നോർത്ത് വെസ്റ്റ് ഓർ മിഡ് വെസ്റ്റ്. ഓക്കെ ആയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് എ മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ് അനദർ സ്പ്ലിറ്റ്, ദെൻ ഇന്ത്യ വേറെ സ്പ്ലിറ്റ്. ഓക്കെ, അങ്ങനെ നമ്മളെ കമ്പനിക്കകത്ത് 4 യൂണിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഓരോ യൂണിറ്റിനും US-ൽ ഒരു സെയിൽസ് ഉണ്ടാവും, ഒരു അക്കൗണ്ട് മാനേജർ ഉണ്ടാവും, ഇന്ത്യയിൽ ഒരു ഡെലിവറി മാനേജർ ഉണ്ടാവും. ദീസ് ഗൈസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഗ്രോത്ത്. അവർക്കെല്ലാവർക്കും അവരുടെ ആനുവൽ ഗ്രോത്തും അവരുടെ ഈവൻ അവരുടെ മോണിറ്റൈസേഷനൊക്കെ നമ്മൾ ഇതുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അവരുടെ ആ പെർട്ടിക്കുലർ യൂണിറ്റ് ഗ്രോ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിക്കകത്തൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ. ആൻഡ് ദീസ് അപ്പോൾ നമ്മൾ എവിടെ ഇപ്പോൾ ലെറ്റ്സ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് US-ൽ ഈസ്റ്റ് കോസ്റ്റും വെസ്റ്റ് കോസ്റ്റും റീജിയൻ ആയിരുന്നു. ദെൻ നമ്മൾ പുതിയൊരു റീജിയൻ സെറ്റപ്പ് ചെയ്തപ്പോഴേക്ക് അവിടെ നമ്മൾ പുതിയൊരു സെയിൽസിനെ ഹയർ ചെയ്തു, പുതിയൊരു അക്കൗണ്ട് മാനേജർ ഹയർ ചെയ്തു, ഓഫ് ഷോറിലൊരു ഡെലിവറി മാനെ ഹയർ ചെയ്തു, അവർക്കൊരു ടീമിനെ കൊടുത്തു. ആൻഡ് ദെൻ യു ഹാവ് ടു ഗ്രോ ദാറ്റ്. അപ്പോൾ ഇങ്ങനൊരു നമ്മളെന്താ പറയുക എൻട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു ഓഫീസിനകത്ത്. ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ ടാർഗറ്റ്സ്. ഓക്കെ, ഓരോ യൂണിറ്റിന്. അപ്പം ആൻഡ് ദാറ്റ് ടാർഗറ്റ് ബീങ്
എന്താ പറയുക ഓഡിറ്റഡ് ഓർ റിവ്യൂഡ് എവറി ക്വാർട്ടർ. അപ്പോൾ ഈ റിവ്യൂ ഒക്കെ നടക്കുന്ന ഈ 4 ആൾക്കാരും അല്ലെങ്കിൽ ഈ 4 യൂണിറ്റും ഒരുമിച്ച് വന്നിട്ടാണ് റിവ്യൂ. അപ്പോൾ സോ ദാറ്റ് വൺ ഗൈ നോ ദാറ്റ് അതർ ഗൈ ഇസ് ഡൂയിങ് ഗുഡ്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഓഫീസിന്. ദാറ്റ്സ് ഹൗ വി ഹാവ് ആ ഫണ്ടിങ് വന്നതിന് ശേഷം നമുക്കുണ്ടായിരുന്നുള്ള അഡ്വാൻറ്റേജ് ഇതുപോലത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഓക്കെ, ഡെലിവറി മാനേജർ അവിടെ നമുക്ക് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ഒരു കോസ്റ്റ് കോൺഷ്യസ് ആവാതെ നമുക്ക് ഇതുപോലത്തെ ഒരു വി കോൾ ഇറ്റ് എസ് പോർട്ട്ഫോളിയോസ്. അപ്പം പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്യാൻ പറ്റി ഇന്റേണലി. പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്യാൻ പറ്റി ഇന്റേണലി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമ്മൾ ഈ എന്താ പറയുക 140 മെമ്പർ ടു 700 ടീം എത്തിയല്ലോ, വേറെ എന്തൊക്കെ ലേണിങ്സ് ആണ്? ഈവൻ നിങ്ങൾ ചിലപ്പോൾ പുതിയ ഹയേഴ്സിനെ അവിടെ ഹയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവല്ലോ, അപ്പോൾ ആ ഒരു വാട്ട് ചേഞ്ച്ഡ് ഇൻ ടേംസ് ഓഫ് ഹയറിംഗ് ആസ് വെൽ? നമുക്ക് ആക്ച്വലി 2-3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബീയിങ് എ ടെക്നോളജി കമ്പനി നമ്മൾ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മൾ ആ സമയത്ത് ഇന്റേണലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹയറിങ് സോഫ്റ്റ്വെയർ ജെഡൈസ്. ഓക്കെ, ഭയങ്കര എന്താ പറയുക ഹൈഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുക. സോ ദാറ്റ് ദ ടീം ഇന്റേണലി വിൽ ആൾസോ ലേൺ. അപ്പം നമുക്ക് ആ ഒരു ഇറ്റ്സ് എ നോളജ് ഇൻഡസ്ട്രി റൈറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്പേഴ്സിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഇൻറ്റേർണലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവറി ക്വാർട്ടറിൽ ഇവർക്കൊരു എക്സാം കൊടുക്കും. എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ക്ലിയർ ദാറ്റ്. പിന്നെ സർട്ടിഫിക്കേഷൻ ഡ്രൈവ്സ്, സോ ദാറ്റ് ഇവർക്ക് വെൻ വി ഷെയർ എ റെസ്യൂമേ ഓർ വിത്ത് എ കസ്റ്റമർ ദ കസ്റ്റമർ വിൽ ഓട്ടോമാറ്റിക്കലി ഇംപ്രസ് വെൻ ദേ സി എ ഒരു ജാവ സർട്ടിഫൈഡ് അല്ലെങ്കിൽ അഷൂർ സർട്ടിഫൈഡ് എന്ന് കാണുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആൻഡ് മീൻ വൈൽ the developer is going through ഈ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ആകുമ്പോൾ ഹി വിൽ ആൾസോ ലേൺ, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാ ഡെവലപ്പേഴ്സിനും അറിയാവുന്നത് കോഡ് ചെയ്യാനാണ്. ഓക്കെ, ചിലപ്പോൾ അതൊരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും മോസ്റ്റ് ഓഫ് ദം ആർ ഫോർച്യൂൺ 500 കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇവരൊക്കെ ഈ അൽഗോരിതം ടെസ്റ്റ് ഉണ്ടാവും. ഇവിടെ എല്ലാവരും ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യും, പക്ഷെ അൽഗോരിതം പൊട്ടും. അങ്ങനെ നമ്മൾ ഇന്റേണലി അൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ, അൽഗോരിതം ലേൺ ചെയ്യാനൊക്കെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. കാര്യം നമുക്ക് ഇവരുടെ നോളജ് ആണല്ലോ നമ്മുടെ ബിസിനസ്. അപ്പോൾ അപ്സ്കില്ലിംഗ് നല്ലൊരു ടൈമും എഫേർട്ടും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സെപ്പറേറ്റ് L&D ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് പേഴ്സൺസ് ജോബ് ഈസ് ജസ്റ്റ് ഡു ദിസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതെങ്ങനെയാ ഇപ്പോൾ 700 ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാണ് അത് എൻഷുർ ചെയ്യുന്നത് സോ ദാറ്റ് ഇറ്റ് റീച്ചസ് എവരി പീപ്പിൾ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? നമുക്ക് ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളെല്ലാം പുഷ് ചെയ്യണത് ത്രൂ പോർട്ട്ഫോളിയോസ് വഴിയാണ്. ഓക്കെ, ഇപ്പം ഐ വിൽ സേ ദാറ്റ് പോർട്ട്ഫോളിയോ ഈസ്റ്റ് കോസ്റ്റ് ബോർഡ് ഞാൻ പറയും എനിക്ക് ഇത്ര ആൾക്കാരെ സർട്ടിഫൈഡ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹൗ ഡു ഐ ഗെറ്റ് സർട്ടിഫൈഡ്? ഓക്കെ, ഞാൻ നമ്മുടെ L&D മാനേജർ എൻ്റെ പുള്ളിക്കാരത്തിന് കണക്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് ദെൻ ഷീ വർക്ക് വിത്ത് ദം ആൻഡ് ദെൻ മേക്ക് ഷുർ ദാറ്റ് ദേ വിൽ ബി സർട്ടിഫൈഡ് ആൻഡ് എവറി ലെവൽ. ഇപ്പം PMs ആണെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് സ്ക്രം സർട്ടിഫൈഡ്, ഡെവലപ്പേഴ്സ് ആണെങ്കിൽ ഇത്, ഡെവോപ്സ് എഞ്ചിനീയർ ആണെങ്കിൽ അത്, എവ്രിവെയർ സർട്ടിഫിക്കേഷൻ വാസ് മാൻഡേറ്ററി ഫോർ അസ്. വൗ, കൊള്ളാം, ഇത് നല്ലൊരു ഇൻസൈറ്റ് ആണ്. വേറെ എന്തൊക്കെ രീതിയിലുള്ള ലേണിങ്സ് ആണ് ഷെയർ ചെയ്യാൻ പറ്റുക ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻ ഓർഡർ ഫോർ ടു? നമ്മൾ കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളത് ഈ വർക്ക്ഷോപ്സിൽ കൂടിയാണ്. അതായത് വർക്ക്ഷോപ്സ് ഇൻ സെൻസ് കസ്റ്റമർ സേസ് typically they'll say I have a problem or something to do, right? Then our architects will go there, they do like 1 or 2 days workshops. അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ്സ് നടക്കും. And that actually most of the time that workshops actually converts to a project. വർക്ക്ഷോപ്പ് ഹോസ്റ്റ് ചെയ്യാം. So you go to and say അപ്പോൾ അല്ല, മോസ്റ്റ് ഓഫ് ടൈം അത് നമ്മളായിരിക്കത്തില്ല പ്രപ്പോസ് ചെയ്യണത്. അവർക്കൊരു പ്രോബ്ലം ഉണ്ട്, അവർ റീച്ച് ഔട്ട് ടു അസ് ഓർ വി റീച്ച് ഔട്ട് ടു ദം ഡ്യൂ ടു സം ചാനൽസിലാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് വർക്ക്ഷോപ്സ്. ഓക്കെ, അപ്പോൾ സോ സംടൈംസ് ദാറ്റ് ഈസ് ആക്ച്വലി ഫ്രീ ആൾസോ. അപ്പോൾ അവരുടെ ടീം മെമ്പേഴ്സിനുള്ള ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ട്. വൺസ് ഇറ്റ് എൻഡ്സ് ആൻഡ് ദ റിലേഷൻ ഗെറ്റ്സ് ബിൽഡ് then we will actually start talking. ആ വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അവരുടെ റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങും അവരുടെ ആർക്കിടെക്ചർ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെഗസി മോഡേണൈസേഷൻ പ്രോജക്റ്റ് ആണെങ്കിലും ഹൗ ഡു ബി ഹെൽപ്പ് ദം ലൈക്ക് ഇതിനെങ്ങനെ എഫിഷ്യൻ്റ്ലി മോഡേണൈസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം 3 ദിവസം പോയിട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തും. ദെൻ ആഫ്റ്റർ ദാറ്റ് തിങ്സ് വിൽ ബി അവരും കൺവിൻസ്ഡ് ആകും ഓക്കെ ദിസ് ഈസ് ഹൗ ഐ ഷുഡ് ഡു എന്നുള്ളത്. പിന്നെ യൂഷ്വലി ഈ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് സർവീസ് കമ്പനികൾ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളവിടെ ഒരു എൻ്റർപ്രൈസ് മൊബൈൽ ഡെവലപ്മെൻ്റ് ആണ് ഒരു ഇത് കണ്ടെത്തിയല്ലോ, അത് ഏത് കൊല്ലായിരുന്നു? ആൻഡ് അവിടെ നിന്നുള്ള യൂണിക് ഇൻസൈറ്റ്സ് എങ്ങനെയാണ് കിട്ടിയത്? ഓക്കെ, അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് ലൈക്ക് ദാൻ കോമ്പീറ്റിംഗ് വിത്ത് അതർ
ഇല്ല, നമ്മുടെ ഫ്രം ദ ഡേ വൺ നമ്മൾ ഫോക്കസ്ഡ് വേഴ്സ് എന്റർപ്രൈസ് മൊബിലിറ്റി ആയിരുന്നു. 2009 തന്നെ. അതായിരുന്നു നമ്മുടെ ഫോക്കസ്. കാര്യം മൊബൈൽ ക്യാൻ ആക്ച്വലി ബ്രിങ് ഇൻ, നമ്മൾ ഇതൊരു B2B ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് ഇ-കോമേഴ്സ് മൊബൈൽ ആപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് യൂഷ്വലി ഇറ്റ്സ് ഓൾ B2B. വി ബിൽഡ് ഇറ്റ് ഫോർ അവർ കസ്റ്റമേഴ്സ്. വി നെവർ ഡിഡ് എനി മൊബൈൽ ആപ്പ് റിലീസ്ഡ് ബൈ അസ്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈവൻ എൻ്റർപ്രൈസ് വർ അഡോപ്റ്റിംഗ് മൊബൈൽ ബിഗ് ടൈം ദാറ്റ് ടൈം. ഓക്കെ. അവരുടെ എന്താ പറയുക, ഇപ്പോൾ AI വെച്ചിട്ട് ഒരു ബസ് ഉള്ളതുപോലെ തന്നെ അന്ന് മൊബൈലിനകത്ത് എൻ്റർപ്രൈസ് മൊബിലിറ്റി വാസ് എ ബിഗ് തിങ്. ആൻഡ് ദെൻ ഓൾസോ ദേ ഫൗണ്ട് ഈ ഒരു എൻ്റർപ്രൈസ് മൊബിലിറ്റി വാസ് എ നീഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. കാര്യം അവർക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ അതുവഴി കിട്ടുന്നുണ്ടായിരുന്നു. യൂഷ്വൽ ടിപ്പിക്കൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് മോസ്റ്റ്ലി ചിലപ്പോൾ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻസ്റ്റാൾസ് ഇപ്പോൾ 1 million 2 million ഒക്കെ വരുമ്പോൾ അപ്പോൾ ആ സ്കെയിലൊന്നും എത്തോ ഈ പറഞ്ഞ എന്റർപ്രൈസസിനും വ്യത്യാസം? ഇല്ല, ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് ഇപ്പോൾ അവന് ഇപ്പോൾ നമ്മളൊരു ഫിറ്റ്നസ് ആപ്പ് ഉണ്ടാക്കി. അപ്പോൾ ആ ഫിറ്റ്നസ് ആപ്പ് വെൻ ഇറ്റ് ഗോസ് ടു ആപ്പ് സ്റ്റോർ, അത് ഇത്രയും പേര് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ത്രൂ ആഡ്സ് ഓർ സംതിങ് അവർ പൈസ ഉണ്ടാക്കണം. ബട്ട് വി പ്രിഡോമിനൻ്റ്ലി ബിൽഡ് ഇറ്റ് ഫോർ എന്റർപ്രൈസസ്. ഈ എന്റർപ്രൈസസിന് എന്റർപ്രൈസ് ആപ്പ് സ്റ്റോർ ഉണ്ട്. എന്റർപ്രൈസ് ആപ്പ് സ്റ്റോർ ഉണ്ട്. ഓക്കെ. ആ എന്റർപ്രൈസ് ആപ്പ് സ്റ്റോഴ്സിനകത്താണ് ഇവർ ഈ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്ടിവിറ്റി മൊബൈൽ ആപ്സ്. അവിടെ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഐ മീൻ ദ എംപ്ലോയീസ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ജി സൂട്ട് പോലത്തെ സാധനം വേർ ആ ഒരു ഡൊമൈനിലുള്ള ആൾക്കാർക്ക് മാത്രം വിസിബിൾ കാണാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ടല്ലേ? ഇപ്പോഴുണ്ട് അത്? ഇപ്പോഴുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം എന്താണെന്ന് പറയാം, ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു എന്റർപ്രൈസ് ആപ്പ് സ്റ്റോർ. ഓക്കെ. അവരുടെ പ്രോഡക്റ്റ് ആയിരുന്നു അത്. വൺ ഓഫ് ദി വെരി ലാർജസ്റ്റ് കമ്പനി ഇൻ ദ വേൾഡ്. ഓക്കെ. അപ്പോൾ ആ എന്റർപ്രൈസ് ആപ്പ് സ്റ്റോർ ത്രൂ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെ ആക്സസ് ചെയ്യാൻ പറ്റും, വിച്ച് ദേ ഹാവ് ടു മാൻഡറ്ററി ഡൗൺലോഡ് ആൻഡ് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് അതിനകത്ത് ചിലപ്പോൾ ഒരു 100 ആപ്സ് ഉണ്ടാവും. അതിനകത്ത് സിൻസ് യു പാർട്ട് ഓഫ് ലെറ്റ്സ് സെയിൽസ് ആണെങ്കിൽ സെയിൽസിന് കേപ്പബിൾ ആയിട്ടുള്ള 2-3 ആപ്സ് ഉണ്ടാവും. അത് യു ക്യാൻ ഡൗൺലോഡ്. ഡെലിവറിക്ക് അതുപോലെ ഉണ്ടാവും, വേറെ ഫിനാൻസിന് അതുപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റോൾ ബേസ്ഡ് ആക്സസും കൂടെ ആ എന്റർപ്രൈസ് ആപ്പ് സ്റ്റോഴ്സിനകത്ത് ഉണ്ടാവും. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ആരൊക്കെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഹും യു ആർ കോമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് ഫോർ ദ? No, we compete against for the biggies. Okay. So, I can tell that, eBay mobile app was done by us. eBay mobile app? Oh, nice. In 2000, I think 12 to 14 or 15. Oh. Okay. So, adine competitor was India one of the top company ആയിരുന്നു. And we also bid for, I mean, this is not a customer, so I can tell them, Pepsi. പെപ്സിക്ക് നമ്മൾ 2014 ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് 20 ആൾക്കാരുണ്ടായിരുന്നു ഈ RFP പ്രോസസ്സിനകത്ത്. ആൻഡ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് വി വർ ദ ടോപ്പ് 3 ആൻഡ് വി വർ ആക്ച്വലി സെക്കൻഡ്. Okay. And the top one was the largest IT services company in the world. Okay. And others were also like other. So for us, the competition from every side. So Rajesh was there. Rajesh will say that we are also equally good as them. So we don't care. There is no, or at least as a company, this is how we positioned, or that's how our courage was. ഈ എന്റർപ്രൈസിൽ ഈ പറഞ്ഞ പോലെ RFA അങ്ങനെ കുറച്ച് കീവേഡ്സ് ഒക്കെ പറഞ്ഞല്ലോ. ബട്ട് ഫോർ ദ ഓഡിയൻസ് ഒന്നും സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എന്റർപ്രൈസിൽ ഒരു ഡീൽ ക്രാക്ക് ആവുന്നത് ഫ്രം ദ എന്താ പറയുക പ്രൊപ്പോസൽ ടു ഇത് ഒരു ജേർണി പറയുകയാണെങ്കിൽ? സോ നമ്മൾ എന്റർപ്രൈസസിനകത്ത് എന്റർപ്രൈസ് മൊബിലിറ്റി സെല് ചെയ്തത് നമ്മുടെ ഈ സൊല്യൂഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ. സോ എന്റർപ്രൈസസിനകത്ത് ഇറ്റ്സ് ഈസി ടു സെൽ ഇഫ് യു ഹാവ് എ പ്രോഡക്റ്റ് ഓർ എ സൊല്യൂഷൻ. Okay. If you go and tell them that I am an endunjayam.com ആണെങ്കിൽ it's very hard. endunjayam.com. Okay. So it's very hard to sell. Okay. പ്യുവർ സർവീസസ് കമ്പനീസിന് ഭയങ്കര പാടാണ് എന്റർപ്രൈസസിനകത്ത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അൺലെസ് അതർവൈസ് അതൊരു എന്താ പറയുക, അതൊരു റിയൽ ഒരു അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിലാണ് അതിന് അങ്ങനെ പറ്റുന്നത്. ബട്ട് ടിപ്പിക്കലി ഇറ്റ്സ് ഈസി ലൈക്ക് ഇഫ് യു ഹാവ് എ സൊല്യൂഷൻസ്. ഇപ്പം നമുക്കാണെങ്കിൽ എക്യുപ്മെൻ്റ് എന്നായിരുന്നു ആ സൊല്യൂഷൻസിൻ്റെ പേര്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെല് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മളിത് സെല് ചെയ്യും. വൺസ് വി ഗെറ്റ് ഇൻ, then we explore other areas as well. We do mining, we do other part of the things. Mobile was actually a weapon for us to land in ഒരു അക്കൗണ്ട് ആയിരുന്നു. വൺസ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ then we deliver it well, and then they know that when you start building the relationship with the customer, right? And since you deliver mobile application better, they feel that you will deliver everything better. And once you enter into the company, and how big can you make money? Just in relative terms പറയാണെങ്കിൽ like how much of a thing can be upsold to a client? അത് ആ നമ്പർ എത്ര വേണമെങ്കിലും മുകളിലോട്ട് പോകും. ഞങ്ങൾ ഒരു ക്ലയൻറ്റിന് ഞങ്ങളൊരു $60K ആണ് ഞങ്ങൾ ബിഡ് ചെയ്തത് ഫസ്റ്റ്
ഓക്കെ, ഒരു മൊബൈൽ ആപ്പിന് വേണ്ടിയിട്ട്. വി ഗോട്ട് ഇൻ ദെയർ. എൻ്റെ ഒരു 1.5 വർഷത്തിന് ശേഷം അവിടുന്ന് ഇറ്റ് വാസ് 2 million റവന്യൂ ഫോർ us എവറി ഇയർ. ആൻഡ് ദാറ്റ് പ്രോജക്റ്റ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഓർ മേ ബി 2ന്റെ മുകളിൽ പോയിട്ടുണ്ടാവും. അവർ പാരന്റ് കമ്പനിയിൽ, അക്വയർഡ് കമ്പനിയിൽ ഇറ്റ് സ്റ്റിൽ റണ്ണിങ്. അപ്പോൾ ആ ഒരു ക്ലയൻറ്റ് കുഡ് ഓൾസോ ചേൺ ടു സം അതർ സർവീസ് പ്രൊവൈഡർ ആൻഡ് എവരിത്തിങ്. അപ്പോൾ അവിടെ എന്താണ് വാട്ട്സ് സ്റ്റിക്കിംഗ് ദം ടു അവർ സർവീസ്? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത്? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയണത് എന്താ പറയുക, യു ഗെറ്റ് എന്താ പറയുക, പുട്ടുകടല ഇൻ എ തട്ടുകട ആൻഡ് പുട്ടുകടല ഇൻ ലൈക്ക് 5-star hotels, right? What difference is that the service level which the 5-star guy is giving, right? But the taste wise, the product taste wise, both are the same. Or maybe Tatagada might taste better. Okay. So this same സാധനം തന്നെയാണ് നമ്മളും. We are also doing a services industry, right? അപ്പോൾ we'll also screw ups. ഓക്കെ, നമ്മളും ഈ പറഞ്ഞ പോലെ ചിലപ്പം എല്ലാ ടൈം ലൈൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലയൻ്റ് ആയിരിക്കും, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർവീസ് ലെവൽസ് കൂട്ടുക. സോ ഈ ലെറ്റ്സ് അടുത്ത ആഴ്ച പൊട്ടും എന്ന് ഉറപ്പുള്ള സാധനമാണ്, ഈ ആഴ്ച തന്നെ പോയി പറയാം അടുത്ത ആഴ്ച പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഹൗ ക്യാൻ വി ബിൽഡ് ഇറ്റ്, റൈറ്റ്? എത്ര ഏർലി ആയിട്ട് നമുക്ക് ഇതേപോലത്തെ ആൻഡ് എസ്പെഷ്യലി വെസ്റ്റേൺ കസ്റ്റമേഴ്സ് ദേ ഡോണ്ട് ലൈക്ക് സർപ്രൈസസ്. ഓക്കെ, അപ്പോൾ ആ സർപ്രൈസ് കൊടുക്കാതെ എത്ര നേരത്തെ നമുക്ക് അവരെ കാര്യങ്ങൾ പറയാം, സർവീസ് ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെയാണ് എല്ലാ കമ്പനീസിൻ്റെ അടുത്തും വി ആർ ഏബിൾ ടു വർക്ക്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഡെലിവറി ഈസ് കംപ്ലീറ്റ്ലി സ്മൂത്ത് അല്ലെങ്കിൽ എവറിഥിങ് വാസ് നത്തിങ് ലൈക്ക് ദാറ്റ്. സോ ബട്ട് ഹൗ ഡു യു മാനേജ് ഇറ്റ്, റൈറ്റ്? സോ വി ഹാവ് എൻ അക്കൗണ്ട് മാനേജ്മെൻറ്റ് ടീം ഇൻ US. അപ്പം ദേ വർ ലൈക്ക് two good guys. Okay, അപ്പോൾ they meet them every week, every month, based on the size of the engagement, and then അവരാണ് ഇതിനെ ആ കസ്റ്റമറിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നവർ. ആൻഡ് ദെൻ വി മേഡ് ഷുവർ ദാറ്റ് ദേ ആർ ഇൻ US. കാര്യം അവർക്ക് എന്നാലും അവർക്ക് കൂടുതൽ ഇപ്പം ഒരു ക്ലയൻറ്റിന് ഇപ്പം ഒന്ന് വിളിച്ച് തെറി പറയണമെന്ന് വെച്ചാൽ അപ്പോഴും അവരുടെ ടൈം സോണാണ്. ഇപ്പം എന്നെ വിളിച്ച് പറയണമെങ്കിൽ, രാജേഷിനെ വിളിച്ച് പറയണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് നെക്സ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും അതിൻ്റെ ചൂടാറിയിട്ടുണ്ടാവും. അപ്പം ആ ചൂടോടുകൂടി കൊടുക്കണമെങ്കിൽ അവരുടെ ടൈം സോണിൽ ആൾക്കാർ വേണം. ആൻഡ് ദെൻ ദേ ഗോ ആൻഡ് മീറ്റ് ദം റെഗുലർലി. സോ നമ്മൾ സിറ്റിംഗ് ഹിയർ ഇൻ കൊച്ചി, വി ക്യാൻ ഗോ റെഗുലർലി. പക്ഷേങ്കിൽ ഈ ക്ലൈൻറ്റ് അത്ര അറ്റൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതിനും ഈ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോസ് ഉണ്ടായിരുന്നു. ആ പോർട്ട്ഫോളിയോയിൽ മേ ബി അവർക്ക് 5-6 കസ്റ്റമേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ദെൻ ദേ ഗോ ആൻഡ് മീറ്റ് ദം എവറി മന്ത്, എവറി വീക്ക്, ഡിപ്പെൻഡ്സ് അപ്പോൺ അവിടുത്തെ ഒരു നീഡ് അനുസരിച്ചിട്ട്. That's how we hold them actually. ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ കെയർ റവന്യൂ എന്ന കമ്പനിയാണ്. കെയർ റവന്യൂ എന്ന് പറയുകയാണെങ്കിൽ കെയർ സ്റ്റാക്ക് എന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. കെയർ സ്റ്റാക്കിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള അർജുൻ സതീഷ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. കെയർ റവന്യൂ ഡെന്റൽ പ്രാക്ടീസസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് കേരളത്തിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെല്ലിംഗ് ഗ്ലോബലി ഫ്രം കേരള. ഇവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ട്. വേറെ പുതിയൊരു ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ് റിയലി റിയലി വെൽ. അപ്പോൾ ഇവർ ഹയറിംഗ് ആണ്, പല പോസ്റ്റുകളായിട്ട് ഹയറിംഗ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ കെയർ ഹാക്കത്തോൺ ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2014 സമയത്ത് 120 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 2018 2020 ഒക്കെ ആയ സമയത്ത് 700 എംപ്ലോയീസ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കർവ് എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് ഹെഡ് കൗണ്ട്, ആ ഒരു ടീം വർക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്? നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പോർട്ട്ഫോളിയോസ് വഴി നമ്മളെല്ലാം പുഷ് ചെയ്തതും, അതായത് ഈ പോർട്ട്ഫോളിയോ ആണ് ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ആണ് ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. ആരെ ഹയർ ചെയ്യണം, ഏത് സ്കിൽ സെറ്റിൽ ഹയർ ചെയ്യണം, ഇവരെ എങ്ങനെ ട്രെയിൻ ചെയ്യണം, എങ്ങനെ സ്കിൽ ചെയ്യണം, ആൻഡ് അവരുടെ മോട്ടിവേഷൻ, അവരുടെ എല്ലാം അവരുടെ സാലറി ഹൈക്ക്, എവറിത്തിങ് വാസ് ആക്ച്വലി ആ പോർട്ട്ഫോളിയോ മാനേജറുടെ ഇതായിരുന്നു. പിന്നെ ഫ്രം എ കമ്പനി സ്റ്റാൻഡ് പോയിന്റിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ഇത്തിരി സ്ട്രിഞ്ചൻ്റ് ആയിരുന്നു. അപ്പോൾ വി ഹാവ് എ സ്ട്രോങ് ക്രൈറ്റീരിയ ഓൺ ഹയറിങ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പൊതുവേ എന്നല്ല ഞാൻ പറഞ്ഞത്, ദ എൻറ്റയർ റാപ്പിഡ് വാല്യൂ വാസ് ടു ഗുഡ്. ദ എംപ്ലോയീസ് എന്തൊക്കെയായിരുന്നു ലൈക്ക് ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ? ക്രൈറ്റീരിയ ഇത് ഒരു ഇച്ചിരി ക്ലീഷേ സാധനമാണ്. സോ നമ്മൾ യൂഷ്വലി മാർക്ക് നോക്കുമായിരുന്നു. ഓക്കെ, സോ മാർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീ ഡിഗ്രി SSLC മാർക്കാണ് നമ്മൾ യൂഷ്വലി നോക്കുന്നത്. നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മ ഇത്രയും പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരുത്തൻ പിന്നെ അവനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ബിക്കോസ് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊരു സൊസൈറ്റി ഒരു സോഷ്യൽ പ്രഷർ വെച്ചിട്ട് എന്തായാലും 10th നും 12th നും ബിടെക് ഞങ്ങൾ നോക്കാറില്ല. കാര്യം ബിടെക് ആകുമ്പോഴേക്കും അവൻ പഴിച്ചു പോയി നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നോ വൺ വുഡ് ബി ലൈക്ക് ബിടെക്കിന് ആരും പെർഫോം ചെയ്യാറില്ല. പൊതുവെ അതൊരു ജോളി ലൈഫാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് നമ്മുടെ ഒരു ക്രൈറ്റീരിയ.
രണ്ടാമത്തെ ക്രൈറ്റീരിയ വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം. കാര്യം നമുക്ക് എല്ലാവരും ക്ലൈൻറ്റിനോട് സംസാരിക്കണമായിരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അൽഗോരിതം ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ് ഓഫ് ദി പൊസിഷനും ഹാൻഡ്സ് ഓൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ ഓഫീസിൽ വരണം. ഇപ്പോൾ ലെറ്റ്സ് ഡിസൈനേഴ്സ് ആണെങ്കിൽ അവർ ഡിസൈൻ ചെയ്യണം, ഡെവലപ്പേഴ്സ് ആണെങ്കിൽ അവർ കോഡ് ചെയ്യണം. മിക്ക ആൾക്കാരും നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ഇതായിരുന്നു ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് മാൻഡേറ്ററി ആയിരുന്നു. നമുക്ക് അൽഗോരിതംസ് നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു എൻട്രി ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു റാപ്പിഡ്. ആൻഡ് വി ഹാഡ് ഒരു റിക്രൂട്ട്മെൻറ്റ് മാനേജർ ഉണ്ടായിരുന്നു. ഹർ നെയിം ഈസ് ദേവശ്രീ. സോ ഷി വാസ് വെരി, എന്താ പറയുക, ആരെ ഈ കമ്പനിക്കകത്തോട്ട് കൊണ്ടുവരണം, ആരെ കമ്പനി, ഷി വാസ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ ഫൈനലി ഷീ ഡസ് ദ HR ഇൻ്റർവ്യൂ ആൻഡ് ദെൻ നമ്മൾ എത്ര, അതായത് ഡെലിവറി ടീമിൻ്റെ സൈഡിൽ നിന്ന് ഇൻക്ലൂഡിങ് ഞാൻ പ്രഷർ ഇടുക ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്ക് ഇറ്റ്സ് എ റവന്യൂ റൈറ്റ് ഫോർ us. പക്ഷേ ഷീൽ സേ ദിസ് ഗൈഡ് us ഇൻ വർക്ക് അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വി ഗോട്ട് എ വെരി ഗുഡ് റിക്രൂട്ട്മെൻറ്റ് മാനേജർ ലൈക്ക് ഹർ. പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് നമ്മുടെ ആ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ നമ്മുടെ അത് ഫൺ കൾച്ചറായിരുന്നു. ഓക്കെ, ഫൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണലി മാരത്തോൺ ടീം ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാ മാരത്തോൺ ഓടാൻ പോവുക. പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബിഗസ്റ്റ് ലൂസർ. ഓക്കെ, ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്ന ആൾ. പിന്നെ നമുക്ക് ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു, നമ്മളെല്ലാ ടൂർണമെൻറ്റും പോയി തോക്കുമായിരുന്നു. പിന്നെ അങ്ങനെ നമുക്കല്ലാണ്ട് ആക്ച്വലി ആദ്യത്തെ ഒരു ഇനീഷ്യൽ പീരീഡ് ആയിരുന്നു തോൽവി. പിന്നെ നമ്മൾ വി ബിൽഡ് ദ ടീം. അവിടെ കളിയൊക്കെ പറയുമായിരുന്നു. നമ്മളിപ്പോൾ റെസ്യൂമെ നോക്കുമ്പോൾ ഫുട്ബോൾ ഹോബി ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കായിരുന്നു. ദെൻ വി ഹാവ് ഇന്റേണൽ നമുക്ക് ഇതുപോലത്തെ കുറേ ടീംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എവറി മന്ത് വി വിൽ ഹാവ് വൺ ഓർ അതർ ഫണ്ട് പ്രോഗ്രാം ഇൻ ദ ഓഫീസ്. ഈ ഫണ്ട് ഫ്രൈഡേ പോലത്തെ ഒരു ഇതല്ല, നമ്മൾ ആ ടീമിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിൻ്റെ പേര് പകൽപൂർ എന്നായിരുന്നു. നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതൊരു നമ്മളെന്താ പറയുക, നമ്മൾ ഓഫീസിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഡ്രാഗ് ചെയ്തിട്ടൊരു പരിപാടി കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. സോ ഇതൊരു റിയൽ ഫൺ പ്രോഗ്രാം തന്നെയായിരുന്നു. ആൻഡ് ദെൻ ക്വാർട്ടർലി വീൽ ഹാവ് എ ബിഗ് ഇവൻറ്റ്സ്. എവറി ക്വാർട്ടർ വീൽ ഹാവ് വൺ ഓർ അതർ ബിഗ് ഇവൻറ്റ്സ്. പിന്നെ ഓണം ഈസ് ലൈക്കിനോ ഞങ്ങൾക്കൊരു വികാരമായിരുന്നു. ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 day ഫുള്ളി ഷട്ട് ഡൗൺ ആയിരിക്കും. ഓക്കെ, ഫുൾ പ്രോഗ്രാം രാവിലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകിട്ട് വരെ നിൽക്കുന്ന പ്രോഗ്രാംസ് ആയിരുന്നു. ക്രിസ്മസ് ആണ് പിന്നെ ഞങ്ങൾ അടുത്ത പ്രോഗ്രാം. പിന്നെ ഇൻ്റർ റാപ്പിഡ് വാല്യൂ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ഈ ബാഡ്മിൻ്റൺ, ഫുട്ബോൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൺ ഫിൽഡ് പരിപാടിയായിരുന്നു ആസ് എ കമ്പനി റാപ്പിഡ് വാല്യൂ. അപ്പോൾ ഇത് എന്താ പറയുക, ഓൺ ദ അതർ സൈഡിൽ the developers have pressures on certification, project delivery, and this is something actually they enjoy on the other side, because if you look at it, പല ഏരിയാസ് ഉണ്ട്. അവർക്ക് അഭിനയിക്കാം, അവർക്ക് പാട്ട് പാടാം, അല്ലെങ്കിൽ ഷട്ടിലാണോ അല്ലെങ്കിൽ അതുപോലത്തെ ടൂർണമെൻറ്റ്സ് ആണോ അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ പ്രിഫറൻസിങ് അത് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ സാധനം മാത്രമല്ലായിരുന്നു. ആൻഡ് എനിത്തിങ് കമ്മിങ് ഔട്ട് ഓഫ് ദം, സോ വി യൂസ് ടു എൻ്റർടൈൻ. പിന്നെ സൂംബ ഡാൻസ് ഉണ്ടായിരുന്നു എവറി ട്യൂസ്ഡേ തേഴ്സ്ഡേ. ആർക്ക് വേണേൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ല കമ്പനിയാണല്ലോ. ഓക്കെ, പിന്നെ ഐ തിങ്ക് എപ്പോഴാണ് കമ്പനി എക്സിറ്റ് ചെയ്തത്? ലൈക്ക് എങ്ങനെയാണ് ആ ഒരു ഡിസ്കഷൻ വന്നത്? സോ ഞാൻ പറയാം, നമുക്കൊരു 2014 നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. എൻ്റെ സെയിം കമ്പനിയാണ് 2020 നമ്മൾ അക്വയർ ചെയ്തത്, ആസ്പയർ സിസ്റ്റംസ്. അപ്പോൾ അത് we thought of like many things, right? Definitely ഇവിടെ നിർത്തണോ അതോ മുന്നോട്ട് പോകണോ അങ്ങനെ. So we have a lot of permutation combinations, and finally we decide, okay, let's actually do an exit. Our decision we took in 2019. Okay. 2019. What was that day like? ഒരു വലിയൊരു amount of money hitting your bank account, ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഞാൻ പെട്ടെന്ന് തീർത്തു. പക്ഷേങ്കിൽ ആ എമൗണ്ട് വാസ് ആക്ച്വലി സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഫോർ even what did you do with that amount, like if you could share? അല്ല, അങ്ങനെ മറ്റേ EMI കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറേ തീർത്തു. പിന്നെ കാറ് മേടിച്ചു ആസ് യൂഷ്വൽ. പിന്നെ ഏതൊരു ഓണ്ടർപ്രണർ ചെയ്യണ പോലെ ഹൈ എൻഡ് കാറ് പോയി മേടിച്ചു. പിന്നെ ഡെഫിനറ്റ്ലി സിനിമ എടുത്തു. ഓക്കെ, സിനിമ എടുത്തു. അങ്ങനെ തന്നെ അതൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ദെൻ ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ തോട്ട് മൈൻസിൽ ഇൻവെസ്റ്റ് ചെയ്തു. സ്പെൻഡ് ചെയ്തു. അത് സ്പെൻഡ് ചെയ്ത് ആദ്യം ഉണ്ടാക്കണം, ആദ്യം ഒരു എക്സിറ്റ് വേണം, എന്നാലേ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ടെൽ മീ മോർ അബൌട്ട് ആ ഒരു 2019 ലൈക്ക് 3 founders വിത്ത് ആൻ ഓഫർ കമ്മിങ് ഇൻ. ആ ഒരു ഡേ ഓഫ് എക്സിറ്റ് എങ്ങനെയായിരുന്നു? ഇത് ആക്ച്വലി ഈ എക്സിറ്റ് വാസ് വെരി പെയിൻഫുൾ ഫോർ ദ എംപ്ലോയീസ്. ഓക്കെ, ബിക്കോസ് ദേ ലവ് റാപ്പിഡ് വാല്യൂ അ ലോട്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും മറ്റേ റാപ്പിഡ് വാല്യൂ ഒരു വികാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ
എല്ലാവരും, നോട്ട് ഓൺലി ജസ്റ്റ് വൺ പേഴ്സൺ. സോ വി ഹാവ് എ ഗ്രൂപ്പ്, വി യൂസ് ടു ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും എന്താ പറയുക ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ അതുവഴി ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. ഒരു 2019 ഒരു ജൂൺ മുതൽ 2020 മാർച്ചിലാണ് ഇത് ആക്ച്വലി സൈനപ്പ് ആയത്. ക്ലോസ് ടു 9 months എടുത്തു. ഈ 9 months ഞങ്ങൾ ഡൈജസ്റ്റഡ് ആയി, സീരീസും ഡൈജസ്റ്റഡ് ആയി. ഓക്കെ, ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ വിട്ടു പോവുകയാണെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഓൾറെഡി അത്രയും ടൈം ഉണ്ടായിരുന്നു നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ കൊറോണ ഓൾസോ ഹെൽപ്ഡ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മാർച്ചിൽ സൈനപ്പ് ചെയ്തു, ഏപ്രിൽ ഷട്ട് ഡൗൺ ആയി. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന ഓൾ ഓഫ് us റൈറ്റ്, എല്ലാവരും ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓഫീസിൽ പോകുന്നില്ല. സോ ആ റാപ്പിഡ് വാലിയായിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ് എവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. എംപ്ലോയീസിനും അങ്ങനെ കുറച്ചൊരു സമാധാനം കിട്ടി, ബിക്കോസ് എല്ലാവരും വർക്കിംഗ് ഫ്രം ഹോം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇറ്റ് വാസ് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഡിസിഷൻ ആയിട്ട് ലൈക്ക് മെനി പാരാമീറ്റേഴ്സ് വി ഹാഡ് ഡിസ്കസ് ബിഫോർ. യൂഷ്വലി ഞാൻ ജ്യോതിസായിട്ട് എപ്പിസോഡിൽ പറയുമ്പോൾ ലൈക്ക് നത്തിങ് ആൻഡ് എവറിത്തിങ് ചേഞ്ചസ് എന്ന് പറയും വെൻ യു ഹാവ് എൻ എക്സിറ്റ്. അപ്പോൾ ആ ഒരു ഇപ്പം ഇങ്ങനെ എന്തായിരുന്നു, വാട്ട് ഇസ് ദ സ്റ്റേറ്റസ് ഓഫ് ദാറ്റ് പീപ്പിൾ ഹൂ വർ ദ ഡോഗ്? അപ്പോൾ പുതിയ കമ്പനി അവർ ടേക്ക് ഓവർ ചെയ്തോ എല്ലാവരും എങ്ങനെയാണ്? അതെ, അത് അന്ന് തന്നെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും, ആസ്പയർ. അപ്പം അവർ ആസ്പയറിനാണ് കമ്പനിയുടെ പേര്. അവർ എല്ലാവരെയും അന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 2021 they rebranded Rapid Value as Aspire. And we continued that till 2022. ഓക്കെ, അപ്പോൾ 2019 ആണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോവിഡാണ്, പിന്നെ ആ ഒരു AI വേവ് വരുന്നതിൻ്റെ ഐ തിങ്ക് 2 years മുമ്പാണ്. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ്? ആൻഡ് ഈവൻ നൗ യു റണ്ണിങ് AI കമ്പനി റൈറ്റ്, ആ ഒരു ശരിക്കും എങ്ങനെ എത്തി? അല്ല, നമ്മൾ 2022 കംപ്ലീറ്റ്ലി കോൺട്രാക്ച്വലി ആസ്പയർ എന്ന് പുറത്ത് വന്നത്. ഓക്കെ, ആൻഡ് 2023 we were part of Elo. ഓക്കെ, സോ ബട്ട് എലോയ്ക്ക് ജ്യോതിസ് ഇറ്റ് സെൽഫ് ഈസ് ഇനഫ്. ഓക്കെ, ജ്യോതിസിന് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ജ്യോതിസിന് ഈസിലി അതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഫോർ ദ ഓഡിയൻസ് നമ്മളൊരു ജ്യോതിസായിട്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ആൻഡ് Jyotis is very good in running that kind of a company. Okay, Jyotis as a person, we know him very closely. അപ്പോൾ ബട്ട് അവിടെ ഒരു ടെക്നോളജിക്കലി ഒരു അഡ്വാൻസ്മെൻ്റ് ആയിട്ട് ഇല്ല. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ലൈക്ക് പ്ലാറ്റ്ഫോം ഫോർ ലൈക്ക് കണക്ടിങ് എംപ്ലോയീസ്. ഇറ്റ്സ് talent marketplace. So for me that was not enough for me to satisfy myself. അപ്പോൾ that's a time ഈ ChatGPT അല്ലെങ്കിൽ ഈ AI wave started hitting. Then so I was thinking what to do. Okay, with this. അപ്പോൾ മുമ്പ് എന്റർപ്രൈസ് മൊബൈലായിരുന്നു, ഇപ്പോൾ AI ആണ്. അപ്പം ഞാൻ രാജേഷിനോട് പറഞ്ഞു, നമുക്ക് പറ്റിയ സമയമാണ്. അന്ന് മൊബൈൽ വന്നു, നമ്മൾ AI ചെയ്തു, മൊബൈൽ ചെയ്തു. ഇപ്പോൾ ദാണ്ട് AI വന്നിരിക്കുന്നു, നമുക്ക് AIക്കകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. Then the question is also that what to do in AI, right? AI as a services or AI, you can build products. Then അങ്ങനെ discussions ആ വഴി മുന്നോട്ട് പോയി. Then I decided, okay, let me do AI services. Okay, ഇത് ക്ലയൻസ് ഉണ്ടാവും, they want to do something with AI, they come to you and then you provide ഒരു മോഡൽ. അതായത് I don't want to build any product as such. Okay, one more services company. അതായിരുന്നു എൻ്റെ തോട്ട്. വൈ ഐ ഹാവ് ടേക്കൺ ദാറ്റ് റോട്ട് ഈസ് ദാറ്റ് AI സ്റ്റിൽ എവല്യൂഷൻ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ നാളെ അത് ഓപ്പൺ AIയുടെ ഒരു ഫീച്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെ കുറേ പ്രോഡക്റ്റ് കമ്പനീസ് പോയിട്ടുണ്ട്. ദേ കോൾ ഇറ്റ് ആസ് വാട്ട് റൈറ്റ് ക്ലിക്ക് ഫീച്ചേഴ്സ് അങ്ങനെ എന്തോ ഒരു പലതും അങ്ങനെ തന്നെ കുറേ കമ്പനീസ് അതുവഴി ഇപ്പോൾ ഈവൻ AIയിൽ ഇന്ന് തുടങ്ങും, നാളെ അവർ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് I will do a product startup once AI is stabilized. Okay, so currently what I want to do is I want to do AI, and then we also identified a few areas where we could actually invest and build products. But yeah, coming back to Thought Minds, that was the idea. I mean, okay, let me do services and build AI services, only AI, nothing else. And that's where we are right now. What does that look like from a client standpoint of view, from a even your company point? എങ്ങനെയത് ലൈക്ക് ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? AI സർവീസസിനാണോ? AI സർവീസിന് നമ്മൾ ചെയ്തൊരു വൺ ഓഫ് ദി ലാർജസ്റ്റ് മാനുഫാക്ചർ ഇൻ ദ US അവർക്ക് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഇറ്റ്സ് ഓട്ടോ മാനുഫാക്ചർ. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടെ ഡീലേഴ്സ് യൂസ് ടു കോൾ ദം അവരുടെ കോൾ സെൻറ്ററിനകത്തോട്ടേക്ക്. അപ്പോൾ
അതിന് പകരം വി ക്രിയേറ്റഡ് എ ചാറ്റ് ബോട്ട്. ഓക്കെ, സോ നൗ ലൈക്ക് ദേ ഹാവ് കട്ട് ഡൗൺ ദെയർ കോൾ സെൻറ്റർ കോസ്റ്റ് ബൈ 40%. ഓക്കെ, സോ അതേപോലത്തെ പ്രോജക്ട്സ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഒരു 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 വൺ ഓഫ് ദി ലാർജസ്റ്റ് ബാങ്ക് അവർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് IT ഹെൽപ്പ് ഡെസ്ക്. ഓക്കെ, അപ്പോൾ IT ഹെൽപ്പ് ഡെസ്കിൽ യു ക്യാൻ സേ മൈ ഇമെയിൽ ഈസ് നോട്ട് വർക്കിംഗ്, സോ ദ AI ബോട്ട് വിൽ ആക്ച്വലി ട്രൈ ടു സോൾവ് യുവർ പ്രോബ്ലം ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് അത് അങ്ങനത്തെ ഒരു സൊല്യൂഷൻ അവിടെ ബിൽഡ് ചെയ്യണതിൽ ദ ഡാറ്റ ഹാസ് ടു ബി ട്രെയിൻഡ്, ആ ഒരു ടെക്നോളജി പാർട്ട് എങ്ങനെയായിരിക്കും ആ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ വരുമ്പോൾ? അല്ല, നമ്മൾ ഇപ്പം AI എന്ന് പറയുമ്പോഴേക്ക് ദർ ആർ ലോട്ട് ഓഫ് ഈവൻ ദ ലാസ്റ്റ് 2-3 years കുറേ മാറ്റങ്ങൾ വന്നു. നമ്മൾ ഇതിന് മുമ്പ് AI ഉണ്ടായിരുന്നു. ഇപ്പോൾ ML മെഷീൻ ലേണിംഗ് AI ഇതൊക്കെ അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്സ് ഒക്കെ വെച്ചിട്ടായിരുന്നല്ലോ അന്നത്തെ AI ഉണ്ടായിരുന്നത്. പിന്നെ ജനറേറ്റീവ് AI വേറെ യൂസ് ഓപ്പൺ AI അതുപോലെ സാധനങ്ങൾ. ഇപ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് ഏജൻറ്റിക് AI അടുത്ത പരിപാടി വന്നിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്ട്സ് ഒക്കെ ഞാൻ സംസാരിച്ചതെല്ലാം ഏജൻറ്റിക് AI ആണ്. ഏജൻറ്റിക് AI പ്രോജക്ട്സ് ആണ് ഇതെല്ലാം. സോ വി സ്റ്റാർട്ടഡ് ആസ് എ റെഗുലർ in the world we call it as RAG. Okay, ആ RAG ആയിരുന്നു നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത്. then we all converted that into an agentic right now. ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ? എങ്ങനെയാണ്? നമ്മൾ ക്ലോസ് ടു 100 ആൾക്കാരുണ്ട്. സോ നമ്മളെല്ലാവരും AI ബേസ്ഡ് പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹയറിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ആരും ഈ AI വേണ്ടി ട്രെയിൻഡ് ആയിരിക്കില്ലല്ലോ. എല്ലാവരും ഈ ChatGPT ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിനപ്പുറത്തേക്കൊരു സ്റ്റേജ് ആണല്ലോ, ടാലൻസ് വേണമല്ലോ. ഹൗ ഡു യു എൻഷുർ അപ്പ് സ്കില്ലിംഗ് ഹാപ്പൻസ്? ഈവൻ ഹയറിങ്ങിലായാലും എങ്ങനെയാണ് ആ ഒരു ഇത് നമ്മുടെ പൊതുവെ എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലേൺ ഫസ്റ്റ്. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് ഇഫ് യു ആസ്ക് മീ എനിത്തിങ് ഓൺ AI, അറ്റ്ലീസ്റ്റ് വാട്ട് എവർ തോട്ട് മൈൻഡ്സ് ഇസ് ഡൂയിങ് ഐ നോ ഹൗ വി ഡിഡ് ഇറ്റ്. ഓക്കെ, അപ്പം അതാണ് ഞങ്ങളുടെ ഒരു ഇപ്പം ഞങ്ങൾ എപ്പോഴും റാപ്പിഡ് വെല്ലിൽ ഞങ്ങൾ പ്രിൻസിപ്പൾ തന്നെയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ചെയ്യാൻ പറ്റാത്ത പ്രോജക്റ്റ് ഞങ്ങൾ റാപ്പിഡ് വെല്ലിൽ ചെയ്യാറില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും അല്ലെങ്കിൽ നമ്മൾ റിക്വയർമെൻറ്റ് കണ്ടു, ഈസ് ഇറ്റ് സംതിങ് യു അണ്ടർസ്റ്റാൻഡ്, മീ അണ്ടർസ്റ്റാൻഡ്, ഓർ അറ്റ്ലീസ്റ്റ് ഹീ അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ഇത് ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് എടുക്കില്ല. അപ്പം തോട്ട് മൈൻഡ്സിലും സെയിം തിങ്. ഇഫ് സംതിങ് വിച്ച് ഐ ഡോണ്ട് നോ ഓർ ഐ കനോട്ട് ഡു ഓർ മൈ ടീം മെമ്പേഴ്സ് കനോട്ട് ഡു, വി വോണ്ട് പിക്ക് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ലൈക്ക് ഐ സെഡ്, എനിക്ക് അത്യാവശ്യം ഹാൻഡ്സ് ഓൺ ടെക്നോളജിയാണ്. അപ്പം I learned it first, then we hired all the plain people, right? നമ്മൾ AI ഡെവലപ്പേഴ്സിന് എനിക്ക് 1-2 AI ആൾക്കാരെ മാത്രം നമ്മൾ സോഫാർ ഹയർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ ഈവൻ I used to put LinkedIn post that anyone who wants to learn AI come and join our company. ഓക്കെ, അതാണ് ഞങ്ങളുടെ ഒരു സെറ്റപ്പ്. അതായത് അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യും. ബിക്കോസ് ഇതൊരു AI മാത്രം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ ദാറ്റ് ആരോട് ചോദിച്ചാലും യു വിൽ ഗെറ്റ് യുവർ ആൻസർ ബാക്ക്. കാരണം അതാണല്ലോ ഫ്യൂച്ചറിലേക്ക് വേണ്ടതും. ആക്ച്വലി മോർ ഓഫ് നമ്മുടെ ഇപ്പോഴത്തെ സ്കില്ല് വെച്ചിട്ടല്ലല്ലോ അതിനത്. വേറെ എന്തൊക്കെ ലേണിങ്സ് ആണ് ഇത് ഫോർ ദ ഓഡിയൻസിന് യൂസ്ഫുൾ ആയിരിക്കും? എങ്ങനെയൊക്കെ ഒരു AI പഠിക്കാം? ലൈക്ക് നോട്ട് ദി പ്രോംപ്റ്റ് എങ്ങനെ ചെയ്യാനുള്ളതല്ല, മോർ ഓഫ് അല്ലാണ്ടുള്ള രീതിയിൽ എങ്ങനെ AI പഠിക്കാം? സം ഓഫ് ദ റിസോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ ഏജന്റിക് AI ആണ് ഫ്യൂച്ചർ എന്നാണ്. ഒന്ന് എക്സാമ്പിൾ എന്താണ് ഏജന്റിക് AI എന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ? ഏജന്റിക് AI, സോ ബേസിക്കലി വെൻ യു ലുക്ക് അറ്റ് AI ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പണ്ടേ ഉള്ള സാധനം, നമ്മൾ ചെസ് കളി മുതലുള്ള എല്ലാ സാധനത്തിനെയും കൺട്രോൾ ചെയ്യുന്ന AI, വിച്ച് ഇസ് ലൈക്ക് യു ട്രെയിൻ ഡേറ്റ, ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യണം, സ്പെസിഫിക് മോഡലിനെ ട്രെയിൻ ചെയ്യണം, and then our model will be doing based on what your training data is, right? And generative AI is where you can use to generate content. Let's say ChatGPT, you can create text, video, audio, whatever, right? So adinakku different models ഉണ്ട്. Agentic AI എന്ന് വെച്ചാൽ it can actually take decisions autonomously. Okay, and it can do decision making behalf of you. Okay, so that's a agentic AI. Agentic AI യുടെ building blocks ആണ് AI agents. Okay, ഈ ഏജൻസിന് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കറക്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഏജൻറ്റിക് AI. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോഴേക്ക് നിങ്ങൾ ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റിനകത്ത് യു വോണ്ട് എക്സ്ട്രാക്ട് ഡേറ്റ, റൈറ്റ്? അപ്പോൾ നമുക്ക് അതിലൊരു എക്സ്ട്രാക്ട് ഏജൻറ്റ് ഉണ്ടാവും. ഓക്കെ, ആ എക്സ്ട്രാക്ട് ഏജൻറ്റ് വിൽ എക്സ്ട്രാക്ട് ഓൾ ദ ഡേറ്റ. യു ഹാവ് എ റിവ്യൂവർ ഏജൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഡേറ്റ കറക്റ്റ് ആണോ എന്ന് റിവ്യൂവർ ഏജൻറ്റ് ചെക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ whatever other agents you need, അപ്പോൾ ഇവൻ്റെ ഇത് വന്നിരിക്കുന്ന ആളുടെ ഒരു അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ അവൻ്റെ നോട്ട് അണ്ടർ റൈറ്റിംഗ്, സോ ബേസിക്കലി ഇവൻ്റെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യണം. ദെൻ യു ഹാവ് എ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്കിംഗ് ഏജൻറ്റ്, ആൻഡ് ദെൻ യു ഹാവ് എ മെയിൻ ഏജൻറ്റ് ഓൺ ദ ടോപ്പ്. ഓക്കെ, ഇയാളാണ് ഈ എല്ലാ ഏജൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്, ഓർക്കസ്ട്രേറ്റർ ഏജൻറ്റ്. ഓക്കെ, ദിസ് ഇസ് ഹൗ ദ ഏജൻറ്റിക് AI വർക്ക്സ്, റൈറ്റ്? അപ്പം ഏജൻസിൻ്റെ അണ്ടർ ദ ഹുഡ് ഏജൻറ്റിക് AI ഫ്രെയിം വർക്ക് ഉണ്ട് ഓൺ ദ ടോപ്പ്, റൈറ്റ്? ദിസ് ഈസ് ഹൗ any agentic AI application will work. For example, IT help desk agent ആണെന്ന് വെച്ചു.
ഓക്കെ. IT help desk ഏജൻറ്റിനകത്ത് സോ യു ഹാവ് എ IT ഹെൽപ്പ് ഡെസ്ക്. അപ്പം ഹെൽപ്പ് ഡെസ്ക് ഓക്കെ. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ യു ഹാവ് ലെറ്റ്സ് യു ആസ്ക് മൈ ഇമെയിൽ ഇസ് നോട്ട് വർക്കിംഗ്, റൈറ്റ്? ഒരാൾ പ്രോംപ്റ്റ് ഓക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓക്കെ മൈ ഇമെയിൽ ഇസ് നോട്ട് വർക്കിംഗ്, ഹൗ ടു ഫിക്സ് ഇറ്റ്. Okay. So, or even actually we'll take an example which everyone knows. Let's say നിങ്ങൾ ബാങ്കിൻ്റെ ഒരു സൈറ്റിൽ പോയി. ഓക്കെ, ബാങ്കിൻ്റെ ഒരു സൈറ്റിൽ പോയപ്പോഴേക്ക് ബാങ്കിൻ്റെ സൈറ്റിനകത്ത് നിങ്ങൾ പറയണു എൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഒരു NLP എഞ്ചിൻ മനസ്സിലാക്കി ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യണില്ല. ദെൻ വാട്ട് ഇറ്റ് നീഡ്സ് ടു ഡു, ഇറ്റ് ഹാസ് ടു ടോക്ക് ടു ഹൂ ദിസ് ഗൈ ഈസ്. ദെൻ ഇറ്റ് വിൽ ആസ്ക് യു ബാക്ക് ഹൂ ആർ യു, okay, can you give me your account number or a credit card number, right? Once അത് കിട്ടി then it has to talk to their core banking system. Okay, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഏജൻറ്റ് ഉണ്ടാവും, ഈ കോർ ബാങ്കിങ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഏജൻറ്റ്. ഓക്കെ, ആൻഡ് യു ഹാവ് അനദർ, ഇപ്പം ഈ സെയിം ചാറ്റ് വിൻഡോയിലേക്ക് നിങ്ങൾ പറയണത് എനിക്ക് എൻ്റെ ഗിഫ്റ്റ് കാർഡ് കിട്ടിയില്ല അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ വർക്ക് ചെയ്യണില്ല, അത് വേറൊരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് ഏജൻറ്റ് ഉണ്ടാവും. I'm just saying this is not the right thing, I'm just for your understanding വേണ്ടി പറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ സാധനം അല്ലെങ്കിൽ ഏജൻറ്റിക്ക് വർക്ക് ആവണം. സോ യു ഹാവ് അണ്ടർഹുഡ് ലോട്ട് ഓഫ് ഏജൻറ്റ്സ് വർക്ക് ടുഗദർ ആൻഡ് ദെൻ ഗിവ് യു ദ റിസൾട്ട്സ് ആൻഡ് ഇറ്റ് ഹാസ് ദ കേപ്പബിലിറ്റി ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ഓട്ടോണോമസ്ലി. ഈ MCP ആണ് സംഭവം എന്താ? MCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ അത് മെയിനായിട്ട് ഇപ്പോൾ ഈ പല സിസ്റ്റംസ് ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു വേർഷനായിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യണത്. കാര്യം നേരത്തെ ഇപ്പോൾ ലെറ്റ്സ് ഈ MCPസിൻ്റെ ക്ലയൻസും MCP സെർവേഴ്സും ഉണ്ട്. അപ്പോൾ MCP ക്ലയൻസ് എന്ന് പറയുന്നത് MCP സെർവേഴ്സിനകത്താണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ അവിടെ ഇതിൻ്റെയൊക്കെ MCP അഡാപ്റ്റേഴ്സ് ഉണ്ടാവും ഓരോരോ സിസ്റ്റത്തിനകത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം യു ഡോണ്ട് നീഡ് ടു നോ എനിത്തിങ്. ഇപ്പോൾ നമുക്കൊരു ഗൂഗിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അപ്പോൾ ഐ ക്യാൻ ക്രിയേറ്റ് ഒരു 100 ഇൻറ്റഗ്രേഷൻസ് എവറി ഡേ ബിക്കോസ് ഇതിനൊക്കെ MCP കണക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നേരത്തെ ഇപ്പോൾ നമുക്ക് ഗൂഗിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഓത്ത് ചെയ്ത് അതിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഗൂഗിളിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഐ ഹാവ് ടു ലേൺ ഇറ്റ് ബൈ മൈ സെൽഫ്. ഇതിപ്പം MCP ആയതുകൊണ്ട് ആ ചുമ്മാ URL അപ്പുറത്ത് ഇടുമ്പോഴേക്ക് സംഭവം വെക്കാം. ഓക്കെ, വേറെ എന്തൊക്കെ കീവേഡ്സ് ആണ് ഈ ഒരു ഏജൻറ്റിക്ക് ആണ് ദ ബിഗസ്റ്റ് കീവേഡ്. പിന്നെ MCP ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് ട്രാക്ഷൻ നവഡേയ്സ്. പിന്നെ വെക്ടർ ഡേറ്റാബേസ്. എന്താ സംഭവം? Vector database, vectorization is, the whole thing is working on top of RAG and retrieval augmented generation. That's the work. Okay, so finally, okay, so LLM is trained, right? Already trained with, നമ്മൾ കേട്ടിട്ടുണ്ട് $1 billion parameter, 8 billion, 20 billion എന്നൊക്കെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഇതിന് ഓൾറെഡി ട്രെയിൻഡ് ആണ് വിത്ത് ഡേറ്റ. ബട്ട് ഹൗ ഡു യു ട്രെയിൻ ദി ഡേറ്റ വിത്ത് യുവർ ഓൺ ഡേറ്റ? ഓക്കെ, അപ്പോൾ ഫെലിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ChatGPT അല്ലെങ്കിൽ LLMന് അറിയാം, റൈറ്റ്? ആൻഡ് യു വാണ്ട് ടു പുട്ട് ലൈക്ക് ലോട്ട് ഓഫ് യുവർ അതർ ഇൻഫർമേഷൻ ആൾസോ ടു ChatGPT. ഹൗ ഡു യു ഗിവ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ അതിനാണ് നമ്മൾ RAG യൂസ് ചെയ്യണത്. അപ്പം ഈ ഡേറ്റ നമ്മളെപ്പോഴും നമ്മൾ വി കോൾ ഇറ്റ് ആസ് ലൈക്ക് വെക്ടറൈസ് ചെയ്യാന്ന് പറയും. വെക്ടറൈസ് ചെയ്തിട്ട് വിൽ പുട്ട് ഇറ്റ് ഇൻ എ വെക്ടർ ഡേറ്റാബേസ്. ഇപ്പോൾ പൈൻകോൺ ഉണ്ട്, കോഡ്രൻ്റ് ഉണ്ട്, അപ്പം ഇവരുടെ അജൂറിൻ്റെ ഡേറ്റ കോഗ്നേറ്റീവ് സെർച്ച് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെക്ടർ ഡേറ്റാബേസ്. വെക്ടറൈസേഷൻ ഹാസ് ബീൻ ദെയർ ഫോർ ലൈക്ക് ക്വയറ്റ് ലോങ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സംതിങ് വിച്ച് ദീസ് ഗൈസ് ഹാവ് ബീൻ കോളിംഗ് ഇസ് എംബെഡിങ്. ഓക്കെ, അപ്പോൾ എംബെഡിങ് ആണ് നമ്മൾ ഈ പൊതുവേ ഈ ടെക്സ്റ്റ് എംബെഡിങ്, കോഡ് എംബെഡിങ് അങ്ങനെ അവിടെയും നമുക്ക് കുറേ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെച്ചിട്ടാണ് നമ്മൾ ഈ RAG പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ RAG എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ളത് വെക്ടറൈസേഷൻ, എംബഡിങ്, തലയിൽ കുറച്ച് പുക വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെ തന്നെ കീവേഡ്സ്. വേറെ ഇപ്പം വെക്ടറൈസേഷൻ, വെക്ടർ ഡേറ്റാബേസ് ആണ് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ട്രാക്ഷൻ കിട്ടിയ ഒരു സാധനം. പൈൻകോൺ വന്നിട്ട് ഹെവിലി ഫണ്ടഡ് ആണ് ഇപ്പോൾ കമ്പനി. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ഒരു സം റിസോഴ്സസ് യൂട്യൂബ് ചാനൽസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? എനിക്കങ്ങനെ യൂട്യൂബ് ചാനൽസ് അറിയത്തില്ല. സോ പൊതുവേ നമ്മൾ ഇവരുടെയൊക്കെ ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ് നമ്മുടെ ബൈബിൾ. അതായത് പൈൻകോണും അവിടെ തന്നെ നമുക്ക് ഇഷ്ടംമാതിരി എക്സാമ്പിൾസ് ഉണ്ട്. ആൻഡ് അജൂർ ഈസ് ദ അതർ സോഴ്സ് ഓഫ് ഒരു കുറേ അജൂർ നല്ല എനി ഹൈപ്പർ സ്കെയിലേഴ്സ്. ഇഫ് യു ലുക്ക് അറ്റ് AWS ആണെങ്കിലും GCP ആണെങ്കിലും എല്ലായിടത്തും അവരുടേതായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ലിങ്ക്സ് താഴെ മെൻഷൻ ചെയ്യാം ഇൻ ദ വീഡിയോ. തോട്ട് മൈൻഡ്സിൻ്റെ വിഷനായിട്ട് ഹാഫ് ഹ്യൂമൻ ഹാഫ് AI ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മുടെ ഒരു എൻ്റെ ഒരു ഫിലോസഫി ഓൺ AI is that AI actually help us to do our job better and faster എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു കോഡിംഗ് ആണെങ്കിലും ഫോർ എനി വൺ റൈറ്റ്. സോ എപ്പോഴും നമ്മൾ ഈ ഒരു ബസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുക കോഡ് ജനറേറ്റ് ചെയ്യുന്ന വൈബ് കോഡിങ് റൈറ്റ്. അപ്പോൾ ഇതാണ് എല്ലാവരും പറയണത്. പക്ഷേ കോഡിംഗ് ഈസ് ലൈക്ക് 20-30% ഓഫ് ദ ഓവറോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ നിങ്ങൾ കോഡിങ്ങിനകത്ത് 10 ഇരട്ടി ഫാസ്റ്റായിട്ട് ചെയ്താലും 20% നിങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്യത്തുള്ളൂ. യുവർ അതർ 80% സ്റ്റിൽ ദെയർ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് എൻറ്റയർ ലൈഫ് സൈക്കിൾ റൈറ്റ്, സ്റ്റാർട്ടിങ് ഫ്രം റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ്, ഡിസൈൻ, ആർക്കിടെക്റ്റിംഗ്, കോഡിംഗ്, ടെസ്റ്റിംഗ്, DevOps, entire chain including support right. Support, we should not even have any human supporting a software. We want AI to support a software unless you want to do an enhancement right. അതാണ് എൻ്റെ ഒരു പോളിസി. ലൈക്ക് we wanted to have like agents അല്ലെങ്കിൽ AI will do half of the work and half of the work will be done by human. ഓക്കെ, ഓർ ദ ഹ്യൂമൻ അഡോപ്റ്റിംഗ് AI. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് Cursor.ai അല്ലെങ്കിൽ അതേപോലത്തെ സിമിലർ ടൂൾസ് നമ്മളിപ്പം എന്താ പറയുക, അപ്പോൾ ഒരു വേറെ ടൂൾ നമ്മൾ യൂസ് ചെയ്യാനുണ്ട്, ഐ ഫോർഗോട്ട് ദ നെയിം. Figma designs React JS component ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ബിൽട്ട് 2-3 ടൂൾസ്. വൺ ഈസ് ഫോർ ടെസ്റ്റിംഗ്, വൺ ഈസ് ഫോർ ബിസിനസ് അനാലിസിസ്. ഇതാണ് നമ്മുടെ ആസ് എ കമ്പനി നമ്മുടെ ഒരു ലോങ് ടേം പാത്ത് റൈറ്റ്. പീപ്പിൾ ഹാവ് ടു യൂസ് AI agents or AI tools to do their work smarter and faster. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു പോഡ്കാസ്റ്റിനകത്ത് കണ്ടായിരുന്നു, വൈബ് കോഡിങ് ചെയ്തില്ലെങ്കിൽ മടൽ വെട്ടി അടിക്കണം പറഞ്ഞിട്ടുള്ളത്. സോ അത് മടൽ വെട്ടി അടി കിട്ടിയിട്ട് അവൻ നന്നായില്ലെങ്കിൽ അവൻ്റെ ജോലി പോകും താമസിയാതെ. അതാണ് അവിടെ നടക്കാൻ പോണത്. വൈബ് കോഡിംഗ് എന്നല്ല, I want that whoever is a developer or anyone right, forget about IT industry, anywhere right, they have to adopt AI. AI is not going to create or ആരുടെയും ജോലി കളയാനൊന്നും പോകണില്ല. പക്ഷേങ്കിൽ ജോലി ഡെഫിനറ്റ്ലി ആയിട്ട് പോകും ഇഫ് യു ഡോണ്ട് അഡോപ്റ്റ് AI. ഇതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് AIക്കകത്തുള്ളത്. ബിക്കോസ് ഇപ്പോൾ ഇഫ് യു ആസ്ക് മീ, ഞാനൊരു SOW അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 2 days 3 daysലാണെങ്കിൽ ഇപ്പോൾ ഐ ഡു ഇറ്റ് ഇൻ ലൈക്ക് എസ്പെഷ്യലി SOW I ക്രിയേറ്റ് ഇൻ ലൈക്ക് 30 minutes. കാര്യം ChatGPT ഒരു തന്നെ മനസ്സിലായി. ഇപ്പോൾ അല്ലെങ്കിൽ ഐ യൂസ് ബോത്ത് ക്ലൗഡ് ആൻഡ് ChatGPT. അപ്പോൾ അത് ആക്ച്വലി ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞുതരും ഇങ്ങോട്ട്. അതായത് യെസ്റ്റർഡേ വാസ് വർക്കിംഗ് ഓൺ അഗൈൻ ഒരു പ്രപ്പോസൽ ആയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, യു ക്രിയേറ്റഡ് എ സിമിലർ പ്രപ്പോസൽ ഇൻ ദ പാസ്റ്റ്. So even I forgot. അത് ഐ ഡോണ്ട് നോ വേർ ആർ ദി സ്റ്റോറിങ്. എൻ്റെ പ്രൊഫൈലിനകത്താണോ സ്റ്റോർ ചെയ്യുന്നത് അതോ അവർ എന്നെ ലേൺ ചെയ്തതാണോ ഐ ഡോണ്ട് നോ. പക്ഷേങ്കിൽ മേ ബി എൻ്റെ പ്രൊഫൈൽ ചിലപ്പോൾ ദർ ബിൽഡിങ് റൈറ്റ്. ദാറ്റ്സ് ഹൗ that's where the half human half AI came in. കാര്യം we want any task, even HR right. ഞങ്ങളുടെ HR ടീമിന് we are building a bot for them. Candidate engagement ബോട്ടും, അതായത് കാൻഡിഡേറ്റ്സിനെ എൻഗേജ് ചെയ്യാം, അതേപോലെ തന്നെ എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യാനുള്ള 2 ബോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും? ലൈക്ക് ഹൗ ഡിഡ് ദിസ് ലുക്ക് ലൈക്ക്? സ്ലാക്ക് ബോട്ട് പോലെയാണ്, എങ്ങനെയാണ് എൻ്റെ ഇത്? അതൊരു നോർമൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് കരിയർ സെക്ഷനകത്ത് ബോട്ട് വരും. ഓക്കെ, ആ ബോട്ടിനകത്ത് ദേ ക്യാൻ ആക്ച്വലി ടോക്ക് വിത്ത് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളത്. ആൻഡ് വൺസ് നമ്മുടെ അയാൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ട് എൻഗേജ് ചെയ്യും അയാളെ, ആ കാൻഡിഡേറ്റിനെ. ഇതാണ് നമ്മുടെ ഒരു ലോങ് ടേം പ്ലാൻ. ഐ മീൻ ആ ഒരു ബോട്ട് അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് എൻഗേജ്മെൻറ്റ് ബോട്ടിനകത്ത്. അതേപോലെ ദർ ആർ മെനി ആപ്ലിക്കേഷൻസ് ഔട്ട് ദർ ഫോർ എവറിത്തിങ്. ലൈക്ക് ഫിനാൻസിന് വേണ്ടിയിട്ട് ഇപ്പം ബാങ്ക് റീകൺസിലേഷൻ ബോട്ടുണ്ട്, ഓർ ബാങ്ക് റീകൺസിലേഷൻ AI ഏജൻസ് ഉണ്ട്, വേർ യു ക്യാൻ മറ്റേ നമ്മുടെ ERP സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദീസ് ഓൾ ആർ ദ യൂട്ടിലിറ്റീസ് ഗോൺ കം ഇൻ വേർ യു ആർ ഡൂയിങ് സംതിങ് by yourself, spending hours and hours of your effort. Now that will be replaced by AI agents. If you don't embrace those changes, then your job will be at stake. അപ്പോൾ AI agents ആണ് ഇപ്പോൾ കീവേഡ്. That is something we have to get adapted to as well, right? So നമ്മൾ നേരത്തെ നമ്മൾ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വർക്ക് തുടങ്ങുക ചെയ്യണത്. ഇപ്പോൾ ഫസ്റ്റ് തിങ് യൂണിറ്റ് ആസ്ക് ഈസ് ദാറ്റ് എനിക്ക് ഇത്ര വർക്കാണ് ചെയ്ത് തീർക്കാനുള്ളത്, ഇതിനകത്ത് എത്ര എണ്ണം AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? ഓക്കെ, എത്രയാണ് ശരിക്കും ഞാൻ ചെയ്യേണ്ടത്? ഫൈനലി നമ്മൾ എന്താ പറയുക, ആനേനെ കൊണ്ട് നടത്തിപ്പിക്കണം. പക്ഷെ ഫൈനലി ആനപ്പാപ്പൻ വേണമല്ലോ, നമ്മളാണ് ആനപ്പാപ്പൻ. സോ we'll have that's I literally use that Anna and Papan because AI is that big. Okay, so you are just like guiding that AI how to do stuff. But finally എന്താ പറയുക, നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിഷനിലായിരിക്കണം ആ AI ഏജൻസി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മേക്ക് സെൻസ്. ഇപ്പോൾ റിനീഷ് ഇപ്പോൾ ഒരു 3-4 ഇപ്പോൾ 4ാമത്തെ മൂവി ഇപ്പോൾ ഇറങ്ങാണ്. മൂവീസിനൊരു ഇതുണ്ടല്ലോ, ഒരു CTO ആണ്. അപ്പോൾ നോർമലി ഒരു CTO പറയുമ്പോൾ ഇൻട്രോവേർട്ടഡ് ആ ഒരു സാധനമാണ്. പിന്നെ മൂവി ആർട്ട്, ഇതിലേക്ക് എങ്ങനെയാ ഒരു ഹൗ ഡു യു ആ ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാണ് കയറി വന്നത്?
ഇല്ല, ഞാൻ എപ്പോഴും എനിക്ക് ഈ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇതുപോലെ നാടകം ഞാൻ പറയില്ല, ഞാൻ സ്കൂളിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. എനിക്ക് ഈ മൊത്തത്തിൽ ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഞാൻ 2016 റാപ്പിഡ് വാലി ഇരിക്കുമ്പോഴേ ഞാനൊരു സീരിയലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ സീരിയൽ പ്രൊഡക്ഷൻ വാസ് ലൈക്ക് ബിഗ് ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐ സ്റ്റേഡ് എവേ. അപ്പോഴാണ് 2021 എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ ബിബിൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ട്, നിനക്ക് യു ക്യാൻ talk to him. Then when I spoke with him, then I understand that he is in our എന്താ പറയുക, ഒരു കറക്റ്റ് വേവ് ലെങ്ത്തുള്ള ഒരാളാണ്. ആൻഡ് ദെൻ he is also from IT background and he is from my place next door. അപ്പം then we decided to jump on to 21 grams. Okay. പിന്നെ ഈ സിനിമയാണെങ്കിലും ഓഫീസാണെങ്കിലും ഫോർ മീ ഇറ്റ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് വേൾഡാണ്. Okay. So if you ask anyone in Rapid Value, they call me even at midnight, or they need a help, or I need a help, I call them. That's how I've been. Even Thought Minds is also similar. Even not just me, ഞാൻ രാജേഷ് ആണെങ്കിലും സിരീഷ് ആണെങ്കിലും even Jyotis for that matter. So we don't have that kind of for us this is actually a friendship world, because നമ്മൾ എന്താ പറയുക, ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഓഫീസ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡ് അവിടെ ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ്. ആൻഡ് ഫോർ മീ സിനിമ ആൾസോ സെയിം തിങ്. ആ ഒരു സിനിമ കഴിയുമ്പോഴും ഐ ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ അതാണിപ്പം അപ്പാർട്ട് ഫ്രം ആ ഒരു ക്രിയേറ്റീവ് വേൾഡിനേക്കാളും ദിസ് വാട്ട് ആക്ച്വലി ഐ എം എൻജോയിങ് എ ലോട്ട്. അവിടെ നമുക്ക് ഫ്രണ്ട്സ്, ആ ഒരു നമ്മൾ ഐ ടിയിൽ എപ്പോഴും ഒരു ഓഫീസിലിരുന്ന് ജോലിയാണ്, ഇതൊരു മൊത്തം അനദർ, അവിടെ വൈബ് കോഡിങ്, ഇവിടെ അനദർ വൈബ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് കമ്പാരിസൺ പറയുകയാണെങ്കിൽ റിലേറ്റഡ് ടു ദ മൂവി ഇൻഡസ്ട്രി ആൻഡ് ദ സ്റ്റാർട്ടപ്പ്? ഞാൻ ആദ്യം വിചാരിച്ച IT ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി. ഇറ്റ്സ് നോട്ട്. ആക്ച്വലി മൂവി ഇൻഡസ്ട്രിയാണ്. മൂവി ഇൻഡസ്ട്രി ദെയർ ഡേ ഇറ്റ് സെൽഫ് ലൈക്ക് 6 o'clock to 9:30 ആണ്. സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഓഫീസ് അവേഴ്സ് അത്ര ഇല്ല. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഫിസിക്കലിയും കാര്യം നമ്മളെപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഈ ബാക്കി പ്രൊഡക്ഷൻ ടീമിൻ്റെയൊക്കെ എഫേർട്ട് നമ്മളാരും നോക്കാറില്ല. ഇപ്പോൾ ഈവൻ നമ്മുടെ സാഹസം മൂവി അടുത്ത August 8 റിലീസാണ്. അത് ദേ ആർ വർക്കിംഗ് ടിൽ 4 o'clock മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്, രാവിലെ 4 മണി വരെ. ഓക്കെ, മിക്ക ദിവസങ്ങൾ. കാര്യം അതിൻ്റെ RR ചെയ്യാനുണ്ട്, DI, എല്ലാവരും ഇത്രയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു സ്ഥലമാണ്. രണ്ടും IT-യും സിനിമയിലേക്ക് ഈക്വലാണ് ഇൻ ടേംസ് ഓഫ് ഹാർഡ് വർക്കിംഗ്. കൊള്ളാം. അപ്പോൾ ഈ മൂവി പ്രൊഡക്ഷൻ ഇനി വോട്ട് യു സീ ദാറ്റ് കരിയർ പാത്ത്? ആർ യു പ്ലാനിങ് ടു ലൈക്ക് മൂവി ഹൗസ്, പ്രൊഡക്ഷൻ ഹൗസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? വാട്ട് ഈസ് ദ പ്ലാൻ? ഉണ്ട്. മൈ പ്ലാൻ ഈസ് നോട്ട് 2 മൂവി കൊണ്ട് നിർത്തുക എന്നുള്ളത്. വി വാണ്ടഡ് ടു കണ്ടിന്യൂ ടു ബിൽഡ് മൂവീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് മൂവീസ്. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എൻവയൺമെൻറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് എനിക്ക് കംഫർട്ടബിൾ ആയ ഡയറക്ടർ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊന്നുകൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് മേ ബി ഇയർലി ഒരു 2 മൂവി വെച്ചിട്ട് റിലീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ നോക്കുന്നത്. മോർ ലൈക്ക് ഒരു കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഹൗസ്, റൈറ്റ്? മേ ബി യു മൈറ്റ് ആൾസോ ഹാവ് എ സ്റ്റുഡിയോ. ഒരു മൊത്തത്തിലുള്ള ഒരു പാക്കേജ് പോലെ റൺ ചെയ്യാനാണ് നമ്മൾ മോർ ഫോക്കസ്ഡ് ഓൺ മൂവീസ്. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ മൂവിനെ പറ്റി 2 വാക്ക്, പുതിയ ഇറങ്ങാൻ പോണ മൂവിയെ പറ്റി 2 വാക്ക്. അവിടെ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ, അപ്പോൾ അവിടെ ഒരു പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ പോലെ തന്നെയാണ്, എങ്ങനെയാണ് അതിൻ്റെ? അവിടെ ഒരു ആക്ച്വലി ഐ മീൻ മൈ പെർസ്പെക്റ്റീവ് എനിക്ക് റെസ്പോൺസിബിലിറ്റി വരുന്ന 2 സൈഡാണ്. ഒന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, ഏത് സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യുന്നുള്ളത്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ ബഡ്ജറ്റിങ്. പിന്നെ എൻ്റെ പണി വരുന്നത് ലാസ്റ്റാണ്, ഈ റിലീസിങ് ടൈമിൽ. പിന്നെ ബാക്കിയുള്ള കോടിക്ക് നമുക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ ടീമും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന ലാസ്റ്റാണ് ഇപ്പോൾ ഇതിൻ്റെ ബിസിനസ്, പിന്നെ OTT ആയിട്ടുള്ള ഡീലിങ്സ്, എത്ര തിയേറ്ററിൽ ഇറക്കണം, എന്ത് മാർക്കറ്റിംഗ് മെസ്സേജ് കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് വരുന്നത്. ബാക്കി റെസ്റ്റ് ഓഫ് ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വിൽ ബി മാനേജ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ ടീം ഇറ്റ് സെൽഫ്. അപ്പോൾ ഏതെങ്കിലും സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു റൈറ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടോ? എങ്ങനെയാണ് റൈറ്റിംഗ്? ഞാൻ ഈ മറ്റേ കുറച്ച് സ്ക്രിപ്റ്റൊക്കെ ഞങ്ങൾ ഇൻഫോ പാർക്കിലൊരു പ്രോഗ്രാം ഉണ്ട്, തരംഗ് എന്ന് പറയും. അപ്പോൾ അതിന് യൂഷ്വലി ഞാൻ നമ്മുടെ ഓഫീസിനകത്തുള്ള വേറൊരു ജിതിനുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് തരംഗിന് എല്ലാ പ്രാവശ്യം സ്ക്രിപ്റ്റ് ചെയ്താറ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. മെയിൻലി ഞങ്ങൾ 10 മിനിറ്റ് ആയിരുന്നു, ഞങ്ങൾ 12 മിനിറ്റ് ആയിരുന്നു പറഞ്ഞിട്ട് ദേ ഡിഡ് നോട്ട് ഗിവ്. ബട്ട് യൂഷ്വലി കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 വർഷം നമുക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മളത് എഴുതാറുണ്ട്. അപ്പം സാഹസവും ഞാനും ബിബിനും ഒരുപാട് ഡിസ്കഷൻ ഉണ്ട് അതിനകത്ത്. പല സാധനങ്ങളും എൻ്റെ വക കോൺട്രിബ്യൂഷൻസും ഉണ്ട് സാഹസത്തിനകത്ത്. പക്ഷേ എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സിനിമ എനിക്ക് തന്നെ ഫുൾ എഴുതണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നടക്കുമായിരിക്കും. ഫിംഗേഴ്സ് ക്രോസ്ഡ്. പിന്നെ ഡയറക്ഷൻ എളുപ്പമാണല്ലോ, സ്റ്റാർട്ട്, ആക്ഷൻ, ക്യാമറ, കട്ട് പറഞ്ഞാൽ മതി.
നെക്സ്റ്റ് റാപ്പിഡ് റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ റിനീഷ് വരുമ്പോൾ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിത്ത് പെർഫ് ഏജൻസിൻ്റെ അജിത്താണ്. നിങ്ങൾ ഇപ്പോൾ അടുത്ത് കമ്പനി അക്വയറിങ് എന്തൊക്കെയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു അപ്പോൾ അജിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അജിത്ത് നമ്മുടെ പോഡ്കാസ്റ്റ് വ്യൂവറാണ്. US താമസിക്കുന്നത്. നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് പുള്ളി യൂട്യൂബിൽ നമ്മുടെ ചാനൽ മെമ്പറായിരുന്നു. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ഇതുവരെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല, ഓവർ ദ കോൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ന്യൂസും ഞാൻ അറിഞ്ഞിരുന്നു. സോ അജിത്തിനെ പറ്റി 2 വാക്ക്. അജിത്ത്, വാട്ട് ഈസ് വൈ വാസ് അജിത്ത് ഫ്രം പെർഫ് ഏജൻസി ഓൺ ബോർഡ് ടു റൺ GTM ഫ്രം ദ US എന്നാണ് ക്വസ്റ്റ്യൻ. ഇല്ല, ഞാൻ എപ്പോഴും പീപ്പിളിൻ്റെ പുറത്ത് റിസ്ക് എടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് മീ, ബിബിൻ്റെ ഫസ്റ്റ് സിനിമയായിരുന്നു. ആൻഡ് ഹി ഡിഡ് നോട്ട് ഈവൻ ആരുടെ അസിസ്റ്റന്റ് പോലും അല്ലായിരുന്നു. ഓക്കെ, സോ ഐ ഓൾവേസ് ടേക്ക് റിസ്ക് ഓൺ പീപ്പിൾ. ഓക്കെ, അവരുടെ കേപ്പബിലിറ്റി ഞാൻ ബെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ അതേപോലത്തെ ഒരാളാണ് അജിത്തും. സോ ഐ ട്രസ്റ്റ് ഹിം. എന്താ പറയുക, ഐ എം ബെറ്റിംഗ് ഓൺ ഹിസ് കേപ്പബിലിറ്റി ഓൺ GTM. അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. സോ മെയിൻലി ഇഫ് യു ലുക്ക് അറ്റ് ഈവൻ ഞങ്ങളുടെ ആർക്കിടെക്ട്സിനെയൊക്കെ റാപ്പിഡ് വാല്യൂസ് ടൈമിലുള്ള ആർക്കിടെക്ട്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും, സോ ദേ വർ നോട്ട് ആർക്കിടെക്ട്സ് ബിഫോർ. ഓക്കെ, ഓർ മേ ബി ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് തോട്ട് മൈൻഡ്സ് ഓൾസോ ദേ വർ നോട്ട് ആർക്കിടെക്ട്സ് ബിഫോർ. ബട്ട് വി ആർ ഗിവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി, ഓർ ഐ ആം ട്രസ്റ്റിംഗ് ദെയർ കേപ്പബിലിറ്റി ലെവൽ. അവിടെയാണ് ദാറ്റ്സ് ഹൗ ഐ ബീൻ. Makes sense. Okay. Next is rapid round. What are some of the books that you read and recommend to the audience? ബുക്ക് വായിക്കാറുണ്ടോ? എങ്ങനെയാണ്? ബുക്ക് വായിക്കാറില്ല. ക്വസ്റ്റ്യൻ പോയി. ഞാൻ കൂടുതലായി അപ്ഡേറ്റ് മൈസെൽഫ് ത്രൂ ഓൾ ദി ഓൺലൈൻ ബ്ലോഗ്സ്. അതൊക്കെയാണ് യൂഷ്വലി ഞാൻ ഫോളോ ചെയ്യുന്നത്. ഏതൊക്കെയാണ് നെയിം ഡ്രോപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കും അത്. ഇപ്പം ഇല്ല, ഞാൻ മെയിനായിട്ട് ഇപ്പം ഈ ടെക് ക്രഞ്ച് അതേപോലത്തെ ബ്ലോഗ്സ് ആണ്. ഏതെങ്കിലും നീഷ് ബ്ലോഗ്സ് ഉണ്ടോ? ഇല്ല, പിന്നെ ഈ വായിച്ച് പോണ കൂട്ടത്തിൽ ഇങ്ങനെ കയറി പോകും. പിന്നെ മീഡിയം ഈസ് അനദർ വൺ വിച്ച് ഐ ഫോളോ. അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ലൈക്ക് റീഡിങ് ന്യൂ അപ്ഡേറ്റ്സ്. പിന്നെ ഈ പറഞ്ഞ ഡെഫിനറ്റ്ലി ബീയിങ് എ CEO, ഈ ഗാർട്ട്നറിൻ്റെയും അവരുടെയൊക്കെ എല്ലാവരുടെയും പോഡ്കാസ്റ്റും അതൊക്കെ ലിസൺ ചെയ്യാറുണ്ട്. That's how you stay updated. Stay updated, yeah. ഏതെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ നിതിൻ കാമത്തിൻ്റെ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ആരെയും എന്താ പറയുക അങ്ങനെ ഓർമ്മയില്ല. ഇൻ ദ സെൻസ് ഞാനിതിങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു മൂഡാകുമ്പോഴേക്ക് ഇത് മൊത്തം ഇങ്ങനെ കണ്ടുപോകുന്നല്ലാണ്ട് സ്പെസിഫിക്കലി ആരെയും ഫോളോ ചെയ്ത് കേൾക്കാറില്ല. അപ്പോൾ ഒരു റിനീഷിൻ്റെ ഒരു ഡേ ഇൻ ലൈഫ് ഓഫ് എ CEO പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ കറൻ്റ് സ്റ്റേജ്? ഇപ്പോഴത്തത് ആക്ച്വലി എൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് CEO. അപ്പോൾ എനിക്കവിടെ CEO റോളുണ്ട്, CTO റോളുണ്ട്, സെയിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം സോ മെയിൻലി റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. സോ വേർ എ സ്മോൾ ടീം ഈവൻ നൗ, റൈറ്റ്? അപ്പോൾ ഒരു ഡേ ടു ഡേയ്സ് ലൈക്ക് ഫുള്ളി പാക്ഡ് വിത്ത് നമ്മുടെ റിസോഴ്സിങ് ഇഷ്യൂ, പ്രോജക്റ്റ് ഇഷ്യൂസ്, ടെക്നിക്കൽ ആർക്കിടെക്ചർ ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ടിൽ ഈവനിങ്. ഓക്കെ, ഈവനിങ്ങിന് ശേഷം ദെൻ സെയിൽസ് കോൾ വിത്ത് US കസ്റ്റമേഴ്സ്, സെയിൽസ് കോൾസ് വിത്ത് മൈ സെയിൽസ് ടീം. ഇതാണ് എൻ്റെ ഒരു ഡേ കൂടുതലായിട്ട് വരുന്നത്. ഡേ മിക്കവാറും രാത്രി ഒരു 2 മണി 3 മണി. വേക്കപ്പ് രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കണേ. ഞാനൊരു 9 മണി, പക്ഷേ ഒരു 10:30 ആകുമ്പോഴേക്ക് ഓഫീസ് പിടിക്കും. ആൻഡ് 10:30 to രാത്രി ഒരു 2 വരെയാണ് എൻ്റെ വർക്കിംഗ് അവേഴ്സ്. 2 വരെയുണ്ടല്ലേ? ഓക്കെ. ഏതൊക്കെ ടൂൾസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? പേഴ്സണൽ റിനീഷ് ഉപയോഗിക്കുന്നത്, പിന്നെ ഓർഗനൈസേഷൻ ലെവലിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ 2 പെയ്ഡ് അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് ChatGPT ഡെഫിനറ്റ്ലി, ഒന്ന് ക്ലൗഡിൻ്റെ ഏജൻറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ beautiful.ai എന്നിട്ട് വേറെ beautiful.ai സ്ക്രീൻസ് ഉണ്ടാക്കാം, ഐ മീൻ നമ്മൾ PPT ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇത് 3 ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഉണ്ട് ഫോർ പവർ പോയിന്റ്സിനൊക്കെ കൂടുതൽ പെട്ടെന്ന് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ കൂടുതൽ ഇത് ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഐ ആൾസോ മറ്റേ എന്താണ് Cursor.ai എൻ്റെ ഒരു ടൂളാണ്. പിന്നെ ദാറ്റ്സ് ഹൗ. പിന്നെ ഞങ്ങളുടെ ഓഫീസിനകത്ത് കൂടുതൽ യൂസ് ചെയ്യണത് എല്ലാവരും കോപ്പൈലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോപ്പൈലറ്റും Cursorഉം ഇത് രണ്ടും. എല്ലാവർക്കും പെയ്ഡ് പ്ലാൻ ഉണ്ടോ? എങ്ങനെയാണത്? എല്ലാവർക്കും പെയ്ഡ് പ്ലാൻ ഉണ്ട്. എല്ലാവർക്കും പെയ്ഡ് പ്ലാൻ സെൻസ് വേറെവർ ഈ കോപ്പൈലറ്റ് പണ്ട് പെയ്ഡ് ആയിരുന്നു, ഇപ്പോൾ അത് അതിൻ്റെ കൂടെ ഫ്രീ ആണ്. പിന്നെ ഉള്ളത് Cursor, നമ്മുടെ ഒരു 1-2 ടീംസ് Cursor യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളതിൽ ഓർഗനൈസേഷൻ നമ്മളൊരു ടീം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ അക്രോസ് ഓർഗനൈസേഷൻ ഷെയർ ചെയ്യാണ് കാശ് ലാഭിക്കാൻ വേണ്ടി. അല്ല, ഇവിടെ നമുക്ക് കുറച്ച് ചിലത് കസ്റ്റമർ സ്പോൺസേർഡ് ആണ് ഈ ടൂൾസ് ഒക്കെ.
പിന്നെ നമ്മുടെ കോപ്പൈലറ്റ് ആക്ച്വലി ആയി എന്താ പറയുക PPT കോപ്പൈലറ്റ് ഉണ്ടല്ലോ, പവർ പോയിന്റ് ഒക്കെ, ആ കോപ്പൈലറ്റ് ഐ ഹാവ് ഗിവൺ ടു സെയിൽസ് ടീം ആൾസോ. ഓക്കെ. സെയിൽസ് ടീം ദേ ആൾസോ ഹാവ് ChatGPT അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 100 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ടീം സ്ട്രക്ചർ എങ്ങനെയാണ്? ലൈക്ക് എത്ര ആൾക്കാർ സെയിൽസിലുണ്ട്, എത്ര ആൾക്കാർ ഡെവലപ്പ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു? നമ്മുടെ ഓവറോൾ സെയിൽസും HR കൂടെ നമുക്ക് 10-12 പേരുണ്ട്. റെസ്റ്റോളർ ടെക് ടീമാണ്. നിങ്ങൾ ഹയറിംഗ് ആണോ ഇപ്പോൾ കറൻ്റ്ലി? എങ്ങനെയാണ്? വി ആർ ഇൻ ഹയറിംഗ് മോഡ്. ഇതാണ് ഷോർട്ട് കാണാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഏതൊക്കെ റോൾസിലേക്കാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നത്? ഞങ്ങൾക്ക് എല്ലാ റോൾസിലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മെയിൻലി സെയിൽസിനകത്തുണ്ട്, പിന്നെ ഡെവലപ്മെൻറ്റിലാണ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അത് എങ്ങനത്തെ റോൾസ് നോക്കണേ? നമുക്ക് ഫ്രം 0 to any number of years of experience. And then we, as usual I say, I don't care about what technology you guys are working. So if you want to work in AI, come and join us. Okay, you might be working in .NET, Java, whatever you want to work. പക്ഷേങ്കിൽ നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ you'll be learning AI and you'll be working on AI. So ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ they can come to us. കാര്യം ഇത് വൈപ്പ് കോഡിങ് അല്ലെങ്കിൽ അത് ആ ഒരു ഇറയാണ്. സോ ഇഫ് യു നോ Java, you wrote it in Java, write it in Java, convert into any language which we need or the customer needs. So ഇപ്പോൾ പണ്ടൊക്കെ എപ്പോഴും പറയും, ഞാൻ 10 years ഇപ്പോൾ ഈവൻ ഐ വാസ് എ ജാവ ഡെവലപ്പർ, ഐ വാസ് സോ പ്രൗഡ് ദാറ്റ് ഒക്കെ എനിക്ക് 6 വർഷം ജാവയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം അങ്ങനത്തെ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല എവിടെ. സോ എന്നെക്കാളും ബെറ്റർ ആയിട്ട് വേറെ ഈ AI ടൂൾസ് കോഡ് ചെയ്യും. ഓ യെസ്, ഇപ്പോൾ AI സ്കിൽ അറിയുന്ന ആൾക്കാർക്ക് നല്ല ഇതുണ്ടല്ലോ, ആർബിട്രേജ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് ഗസ്റ്റിലുള്ള എല്ലാവരും വെക്കുന്നതാണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത്, എങ്ങനെയാണ് റിനീഷ് ഹെൽത്തിൽ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഡു യു വർക്കൗട്ട്, ഫിറ്റ്നസ് അല്ലെങ്കിൽ തെറാപ്പി, എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് തിങ്സ്? ഇല്ല, ഞാൻ റാപ്പിഡ് വാലി തുടങ്ങുമ്പോൾ എൻ്റെ വെയിറ്റ് 80 കിലോ ആയിരുന്നു. 80. ഓക്കെ. റാപ്പിഡ് വാലി ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ വെയിറ്റ് 110. ഓക്കെ. അപ്പോൾ അത് ആ സമയത്ത് നമ്മളെ മേ ബി എനി ഫൗണ്ടർ US വർക്ക് ചെയ്യണ ഏർലി സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മുടെ പ്രശ്നം, നമ്മുടെ ആ എക്സസൈസ് വിൻഡോ ഉണ്ടല്ലോ, ഒരു വൈകിട്ട് ഒരു 7 മണി മുതൽ 10 മണി വരെ, ആ വിൻഡോയിൽ നമുക്ക് കോൾസ് ആയിരിക്കും, സെയിൽസ് കോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യുക ആ സമയത്തുള്ള എക്സസൈസ്. ഈവൻ തോട്ട് മൈൻസ് ആൾസോ സെയിം തിങ്. അപ്പോൾ ഞാൻ റാപ്പിഡ് വാലി സ്റ്റേബിൾ ആയപ്പോൾ ഞാൻ മൊത്തം തടി കുറച്ചു. ഓക്കെ. ദെൻ തോട്ട് മൈൻസ് ആയപ്പോൾ ഇത് സെയിം തിങ്. അതേപോലെ റാപ്പിഡ് വാലി പാത്ത് പോലെ കുറച്ച് വീർത്ത് വരുന്നുണ്ട്. ബട്ട് ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ. നമുക്ക് ടീമിന് ഇപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഇനിയിപ്പം വൺസ് ഇതൊന്ന് സ്റ്റെബിലൈസ് ആയിട്ട് വേണം എനിക്ക് ബോഡി ഒന്ന് സ്റ്റെബിലൈസ് ആക്കി. യെസ്. അപ്പോൾ ഹെൽത്ത്, പിന്നെന്താ വെൽത്ത് എന്തൊക്കെയാണ്? നിങ്ങൾ ഇൻവെസ്റ്റ് ഇൻ ടു സ്റ്റാർട്ടപ്സിനെ പറ്റി പറയാം, അല്ലെങ്കിൽ ആ ഒരു വെൽത്തിനകത്ത് ഐ ഇൻവെസ്റ്റ് ഇൻ അഗെയിൻ നമ്മുടെ റാപ്പിഡ് വാലി ടീമിന് വി ഹാവ് എ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. നെക്സ്റ്റ് അവിടെ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു, ഒരു ലക്ഷറി കാർ ഉണ്ടല്ലോ, അതിനെ പറ്റി വേണമെങ്കിൽ പറയാൻ പറ്റും. റാപ്പിഡ് വാലി ടീമിൽ ഞങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുണ്ട്, 300 വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുവഴി നമ്മൾ ചെറിയ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം. പ്രീ മാജിക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ മഞ്ച് ഓഫ് കമ്പനീസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ആർ ആക്ച്വലി പ്ലാനിങ് ടു ബിൽഡ് ഒരു ബിൽഡിങ് കാക്കനാട്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്ലോർ ഫോർ ലൈക്ക് രാജേഷ് വാണ്ടഡ് ടു ഡു ദാറ്റ്, ഒരു അടിപൊളി കോഫി ഷോപ്പ്. ആൻഡ് ദെൻ ദാറ്റ് കോഫി ഷോപ്പ് ഈസ് ഫോർ ലൈക്ക് ഓൾ ദി ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അതേപോലത്തെ ആൾക്കാർക്ക് വന്ന് മീറ്റ് ചെയ്ത് ആ ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം അതിൻ്റെ ഒരു ഫ്ലോർ. ബട്ട് റെസ്റ്റ് ഓഫ് ദ ഫ്ലോറിൽ ബി ലൈക്ക് നോർമൽ IT കമ്പനി വേർ വി മൈറ്റ് ആൾസോ മൂവ് ദെയർ. ആ ഒരു പ്ലാൻ ഉണ്ട്. എവിടെയാണ് ഇത് വരുന്നത്? അത് കാക്കനാട് തന്നെയാണ്. കാക്കനാട് എക്സ്പ്രസ് ഹൈവേ ഇൻഫോ പാർക്കിന് തൊട്ടടുത്ത്. ഇൻഫോ പാർക്കിന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് സാർ. ഓക്കെ. പിന്നെ വേറെ യു ഹാവ് എ ലക്ഷറി കാർ അവിടെ ഉണ്ട്. സോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ BMW X5 പറ്റി 2 വാക്ക്. ഇല്ല, എനിക്ക് കാർ എന്നും ക്രേസ് ആയിരുന്നു. അപ്പം ഞാൻ ഓക്കെ ദിസ് ഇസ് രാജേഷ് ആസ്ക് മീ why do you want to start a business anyway, or anyone asked me, right, why do you want to start a business? First time I said I want to buy a BMW car. Okay. ഞാൻ വിചാരിച്ചത് ഈ BMW ഈ ഓണ്ടർപ്രണേഴ്സിന് പെട്ടെന്ന് BMW കാറൊക്കെ മേടിക്കാൻ പറ്റുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. then I realized that വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ EMI എടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ വെൻ യു ബിക്കം എൻ ഓണ്ടർപ്രണർ, റൈറ്റ്, സോ യുവർ കിക്ക് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ. അവിടെ എത്തുന്നവരായിരിക്കും ഈ ഇങ്ങനെ, അതായത് എന്തിനും ഓണ്ടർപ്രണർ ആവണം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയണം എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് കാർ മേടിക്കണം, എനിക്ക് വീട് മേടിക്കണം എന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട എന്താണ് ആക്ച്വലി കിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുറേ ഫ്രഷേഴ്സിന് ജോലി കൊടുക്കും. ഓക്കെ. അപ്പോൾ അവർ നമ്മളെ കമ്പനിയിൽ നിന്ന് ദേ വിൽ ആക്ച്വലി
എന്താ പറയുക, അവരവിടുന്ന് ഗ്രോ ചെയ്ത് ഒരു വലിയ നിലയിലെത്തും. ഓക്കെ, നമ്മളതിൻ്റെ പാട്ടല്ല, കാര്യം അവനതിൻ്റെ കേപ്പബിലിറ്റി കൊണ്ടാണ് അവന് ജോലി കിട്ടുന്നത്, അവൻ കരിയറിനകത്ത് ഗ്രോ ചെയ്യണം. പക്ഷേങ്കിൽ നമ്മൾ വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ജേണി. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ഫോർ എനി ഓൺടർപ്രണർ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ സംസാരിച്ച എല്ലാവർക്കും അവിടെയാണ് അവരുടെ ഒരു റിയൽ കിക്ക് വന്നിട്ടുള്ളത്. ദെൻ ഈ നമ്മൾ ഈ ലക്ഷറി കാർസിനേക്കാളും ലക്ഷറി കാർസ് ഡെഫിനറ്റ്ലി ആ ആദ്യത്തെ 2 ദിവസം ഒരു കിക്ക് തരും, പിന്നെ EMI ഹിറ്റ് ചെയ്യുമ്പോൾ ആ കിക്ക് പോകും. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, വേറെ ഏതൊക്കെ കാർസ് ഉണ്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് കാർസ് പർച്ചേസസ്? അൾട്രാ ലക്ഷറി ഹൗസസ്? ഇല്ല, എനിക്ക് അങ്ങനത്തെ കാറുണ്ട്. എനിക്ക് വേറൊരു വെർച്ചസ് ഉണ്ട്, ഒരു ഇന്നോവ ഉണ്ട്, പിന്നെ ഇതിന് മുമ്പ് ഒരു കൂപ്പർ ഉണ്ടായിരുന്നു. ഓ, മിനി കൂപ്പർ. അപ്പോൾ ദാറ്റ്സ് വെയർ. ഈ കാർസ് ഇഷ്ടമുള്ള കുറേ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ഓക്കെ, കൂൾ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ആണല്ലോ, എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. സോ വാട്ട് ആർ ദ ഫ്രണ്ട്സ് യു ക്യാൻ നെയിം ഡ്രോപ്പ് ആസ് വെൽ? മേ ബി നമുക്ക് കുറച്ച് ആൾക്കാർ ഗസ്റ്റുകളായിട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ. അല്ല, വൺ ഓഫ് ദി ഗസ്റ്റ് യു ക്യാൻ എടുക്കാൻ പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് വേണുണ്ട്. വേണു ഗോപാലകൃഷ്ണൻ, ലിറ്റ്മസിന്റെ CEO. വേണു ഞങ്ങളുടെ എൻ്റെ വിപ്രോയിലുള്ള മാനേജറായിരുന്നു. ഓ, അന്നോട്ടുള്ള ഇതുണ്ടല്ലേ. പിന്നെ അവിടെ പിന്നെ ജോസ് വന്നിട്ടുണ്ട്. രാജേഷിന് ഇൻവൈറ്റ് ചെയ്യും, റാപ്പിഡ് വാലിൻ്റെ ഫൗണ്ടറാണ്. രാജേഷ് വിൽ ഗിവ് മച്ച് മോർ ഇൻസൈറ്റ്സ് ദാൻ മീ. ഓക്കെ, പിന്നെ ഒരാളത് പിന്നെ നമ്മുടെ അവിടെ ഇൻഫോ പാർക്കും പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് നമുക്ക് GTech എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ആക്ച്വലി, ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനി. അതൊരു ഫൺ ഗ്രൂപ്പാണ് ആക്ച്വലി. യു ഡോണ്ട് ഈവൻ ബിലീവ് ദാറ്റ് അതൊരു CEOസിൻ്റെ ഗ്രൂപ്പാണെന്നൊക്കെ. ഐ മീൻ അവർ മാരത്തോൺ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും. ആൻഡ് ഇറ്റ്സ് എ പ്രെറ്റി വൈബ്രൻറ്റ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഒരു ചിൽ ഗ്രൂപ്പാണ്. അപ്പം അവിടെയും ഇപ്പം ആക്ച്വലി 16th ഈ വീക്കെൻഡിലോ നെക്സ്റ്റ് വീക്കെൻഡിലോ എന്തോ GTechൻ്റെ നമ്മുടെ ഒരു പരിപാടിയുണ്ട്, റിട്രീറ്റ്. എവറി ഇയർ ദാറ്റ് ഹാപ്പൻസ്. അവിടെ പോയി യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇതുപോലത്തെ ഓൺടർപ്രണേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 hour ആയിട്ട് നമ്മൾ എന്താ പറയുക, റിനീഷിൻ്റെ ജേണിയും റാപ്പിഡ് വാലി എന്ന കമ്പനി 700 മെമ്പർ ഓഫ് ടീം ആയി, പിന്നെ സോൾഡ് ചെയ്തു, പിന്നെ നെക്സ്റ്റ് ഒരു AI സർവീസ് കമ്പനി തോട്ട് മൈൻഡ്സ് എന്നുള്ള കമ്പനി റൺ ചെയ്യണു. ആ ഒരു ജേണി, പിന്നെ ഏജൻറ്റിക് എന്നുള്ളൊരു ടേമും, പിന്നെ കുറേ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പോൾ ദിസ് വാസ് റിയലി ഗുഡ്, റിയലി യൂസ്ഫുൾ. ആൻഡ് എനി എൻഡിങ് നോട്ട്സ് ടു ദ ഓഡിയൻസ് യു വാണ്ട് ടു ഷെയർ ടു ദ ഓഡിയൻസ്? റൈറ്റ്, എൻ്റെ ഒരു തോട്ട് ഓൺ ദ AI സൈഡ് ഈസ് ദാറ്റ് AI അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫ് വിൽ ബി ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റഡ് ബൈ AI. ഓക്കെ, അപ്പോൾ എങ്ങനെ യു വിൽ ഹാവ് ടു എംബ്രേസ് AI ഇൻ ടു യുവർ ലൈഫ്. ദാറ്റ്സ് ദ ഓൺലി വേ ലൈക്ക് സർവൈവ് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് ഓൾ. റൈറ്റ്, ഇൻഡസ്ട്രി എന്നല്ല, നമ്മുടെ ഒരു ഡേ ടു ഡേ ജോബിനകത്ത് നമ്മൾ AI ഇപ്പം നമ്മൾ വി ആർ ഹിയറിംഗ് ദാറ്റ് ഇൻ സം ഓഫ് ദ സ്കൂൾസ് ദേ സ്റ്റാർട്ടഡ് ആക്ച്വലി ഇൻട്രൊഡ്യൂസിങ് AI ടൂൾസ് ടു കിഡ്സ് സ്റ്റഡിങ് ഇൻ 5th standard ആൻഡ് ഓൾ. അപ്പം അതേപോലെ സോ ഇഫ് വി ആർ അഡൽട്സ് ആൻഡ് ദെൻ വി ആർ വർക്കിംഗ് സംവെയർ, we have to adopt AI in our day-to-day life. That's the only way actually we can stay updated, അല്ലെങ്കിൽ stay productive. Okay, ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ സ്കെയർ ആയിരിക്കുന്ന പോലെ we'll lose our job. Makes sense. And also like whoever wants to get on to or wanted to be an entrepreneur in IT, this is the right time. Okay, എപ്പോഴും ഒരു റൈറ്റ് ടൈം എന്ന് ആൾക്കാർ പറയും. പക്ഷേങ്കിൽ ഇതാണ് ഒരു ഫോർ മീ. ഇപ്പോൾ മൊബൈൽ വാസ് എ റൈറ്റ് ടൈം, റൈറ്റ്. അന്ന് കുറേ മൊബൈൽ ഡെവലപ്മെൻറ്റ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലൗഡ് വന്നപ്പോഴേക്കും കുറേ ക്ലൗഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലൗഡ് സപ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെ ഇൻഫ്രാ കമ്പനീസ് ദേ സക്സീഡഡ്. ആൻഡ് ദിസ് ഇസ് എ ടൈം വെയർ ഇഫ് യു വാണ്ട് ടു ബി എൻ എന്റർപ്രണർ, ഗെറ്റ് ഓൺ ടു ഇറ്റ്. സോ AI സർവീസസ് ഓർ AI പ്രോഡക്ട്സ് ഓർ എനിത്തിങ്. സോ AI accelerators എല്ലാത്തിനും റൈറ്റ് ടൈമാണ്. സോ ഇഫ് യു ഡു നൗ, മേ ബി അടുത്തൊരു 2-3 വർഷത്തിനകത്ത് you'll be in. Awesome. That's a huge motivation. And thank you, Rinish, for... Yeah, thanks. Yes. Yay! ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ കെയർ റവന്യൂ എന്ന കമ്പനിയാണ്. കെയർ റവന്യൂ എന്ന് പറയുകയാണെങ്കിൽ കെയർ സ്റ്റാക്ക് എന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. കെയർ സ്റ്റാക്കിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള അർജുൻ സതീഷ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. കെയർ റവന്യൂ ഡെന്റൽ പ്രാക്ടീസസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് കേരളത്തിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെല്ലിംഗ് ഗ്ലോബലി ഫ്രം കേരള. ഇവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ട്. വേറെ പുതിയൊരു ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ് റിയലി വെൽ. അപ്പോൾ ഇവർ ഹയറിംഗ് ആണ്, പല പോസ്റ്റുകളായിട്ട് ഹയറിംഗ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ കെയർ ഹാക്കത്തോൺ ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ.